ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരിലേക്കും, ഇവരുടെ ബന്ധുമിത്രാദികളിലേക്കും, ഇവരുടെ സുഹൃത്തുക്കളിലേക്കും, കുടുംബങ്ങളിലേക്കും അയക്കണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് പറയേണ്ടത്, എങ്ങനെ പറയണമെന്ന് എനിക്ക് തന്നെ അറിവില്ല. അങ്ങ് എന്നിലൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപിയും അയോഗ്യനും ബലഹീനനുമായ എന്നെ ഞാൻ അങ്ങേക്കായി പൂർണ്ണമായി വിട്ടുതരുന്നു. അങ്ങേക്കറിയാമല്ലോ എൻ്റെ ബലഹീനത, ഇപ്പോഴുള്ള രോഗവും എൻ്റെ വേദനയും എല്ലാം അങ്ങേക്കറിയാം. എല്ലാം വിട്ടു തന്നുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം കേൾക്കുക മാത്രമല്ല, വചനം കേൾക്കുന്ന മാത്രമേ അവർക്ക് ആവശ്യമാണെല്ലാം കൊടുക്കണമേ. രോഗശാന്തിയെങ്കിൽ രോഗശാന്തി, വിടുതലെങ്കിൽ വിടുതൽ, ആന്തരിക സൗഖ്യമെങ്കിൽ അത്, ഏതെങ്കിലും ഭൗമികമോ ശാരീരികമായ അനുഗ്രഹങ്ങളെങ്കിൽ അത്. കർത്താവ് അതിലുപരിയായി ഇവർ അങ്ങയുടെ മക്കളായിരിക്കാൻ കൃപ കൊടുക്കണമേ. അങ്ങനെ രാജ്യത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് ഈ ലോക ജീവിതത്തിന് ശേഷം അങ്ങയുടെ മക്കൾ എത്തിച്ചേരുവാനുള്ള കൃപാവരം ഇവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, നല്ല അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ മക്കൾ ഓരോരുത്തരും ഇതിൻ്റെ മടിയിൽ ഞാൻ വയ്ക്കുന്നു. എപ്പോഴും മാതൃസഹജമായ സ്നേഹം ഈ മക്കൾക്ക് കൊടുക്കണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോൾ മാത്രമല്ല, ഇവിടെ ജീവിതം മുഴുവനും, ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നല്ല അമ്മയായിട്ട് ഞങ്ങളെ മടിയിലിരുത്തുകയും ലാളിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉണ്ടാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പനിയായിരുന്നു. പനി കഴിഞ്ഞപ്പം പെട്ടെന്ന് വരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇച്ചിരി സാധനമൊക്കെ മേടിക്കാനായിട്ട് ഗാബി എന്നെ കൊണ്ടൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി. സാൽസ്ബൂർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ക്രിബ്, പുൽത്തൊട്ടി, പുൽക്കൂട് അവിടെ ഉണ്ടായിരുന്നു. ഉണ്ണീശോ ഉണ്ട്, മലാഹമാർ, അതുപോലെ പൂക്കൾ ഒക്കെ ധാരാളമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. നല്ലൊരു പുൽക്കൂട്, ഇത്ര നേരത്തെ, യൂറോപ്പിലൊക്കെ നേരത്തെ പുൽക്കൂട് അലങ്കരിച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് എന്നെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് റോഡിലൂടെ അല്പം നടന്നു. കാറ്റ് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ ഒരു തൊട്ടി പോലെ, നമ്മുടെ ഈ പിള്ളേരെ കിടത്തി ഒരു തൊട്ടി പോലെ പല കൊണ്ടുണ്ടാക്കിയ ഒരു പുൽക്കുട്ടിയിൽ ഒരു ഉണ്ണീശയെ കിടത്തിയിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അവിടെ നോക്കി, പൂക്കളില്ല, അതുപോലെ അലങ്കാരങ്ങളൊന്നുമില്ല, മലഹാമര ഒന്നും വെച്ചിട്ടില്ല. ഒരു തടികോ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കൊണ്ടുണ്ടാക്കിയ ഒരു ഉണ്ണീശോ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചില ആശയങ്ങൾ വന്നതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ദൈവത്തിൻ്റെ മണ്ടത്തരം, ദൈവിക പോഷത്തരം. ഇതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത. ദൈവമായ കർത്താവ് ഒരു മനുഷ്യനായി, അതുമല്ല പുൽത്തൊട്ടിയിൽ പശുക്കളുടെയും ആടുകളുടെയും ഇടയ്ക്ക് അവിടുത്തെ ആ മണവും നാറ്റവും എല്ലാം സഹിച്ച്, അത് നമ്മൾ ബൈബിൾ വായിക്കുന്നത് പോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 2:6-7 വായിക്കുന്നത് പോലെ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്വയം ശൂന്യനാക്കി നമ്മെപ്പോലെ ഒരു ദാസനായി എന്ന ആ രഹസ്യം ഞാൻ ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത ദൈവത്തിൻ്റെ ശുദ്ധ മണ്ടത്തരം, ദൈവത്തിൻ്റെ ശുദ്ധ മണ്ടത്തരം. ഇതുവരെ ആവശ്യമുണ്ടായിരുന്നു. എന്തിന് തന്നെ മഹനീയത അവിടുന്ന് വെടിഞ്ഞു. ആരായിരുന്നു ദൈവം? അതാ യേശു. വളരെ മനോഹരമായിട്ട് നമ്മളിത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം
വചനം 1 മുതൽ 3 വരെ. ഞാനിത് വായിക്കാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരിക്കുന്നവനും ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. അതായത് പിതാവിനോടുകൂടി ഉണ്ടായിരുന്ന ഏകജാതൻ. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 വചനം 1 മുതൽ 3 വരെ വചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രിയ മക്കളെ, ഒന്നാലോചിച്ചു നോക്കൂ. ദൈവമായ കർത്താവ് ഈ ഭൂമിയും ഈ പ്രപഞ്ചവും അതിലെല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ദൈവം. ആ ദൈവം എന്ന വാക്കിന് വലിയൊരു ഘനമുണ്ട്. അതുകൊണ്ടാണ് അവിടെയൊക്കെ പറഞ്ഞത്. ആ ദൈവം ഒരു മനുഷ്യക്കുട്ടിയായി എന്ന് പറഞ്ഞാൽ താൻ കൈകൊണ്ട് സൃഷ്ടിച്ച കരവേലയായ ഒരു മനുഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നു, അഥവാ ചെയ്തു. അതാണല്ലോ ക്രിസ്മസിൽ സംബന്ധിച്ചത്. ഇനി അതിന് കാരണമെന്ത്? നോക്കിയപ്പോൾ തൻ്റെ കരവേല, തനിക്കുണ്ടായിരുന്ന എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ട് എങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം അധ്യായം 1 വചനം 26. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം അവനെ ഉരുവാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ ഛായ, സാദൃശ്യം? ദൈവം സ്നേഹമാണ്, ദൈവം വിശുദ്ധനാണ്, ദൈവം നന്മയാണ്. ഈ 3 ശക്തി, ഈ 3 ക്വാളിറ്റി, ഈ 3 രൂപങ്ങളുമാണ് ദൈവം നമ്മളിലേക്ക് ആത്മാവിനെ നിശ്വസിച്ചപ്പോൾ തന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും നല്ലവരാണ്, നിങ്ങളും ഞാനും വിശുദ്ധരാണ്, നമ്മൾ എല്ലാവരും സ്നേഹം കൊണ്ട് നിറഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അത് തൻ്റെ കരവേല നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം അധ്യായം 2 വചനം 7. എങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് മണ്ണിൽ നിന്ന് പൂഴിയെടുത്ത് മനുഷ്യൻ്റെ ഒരു പാവയെപ്പോലെ ഉണ്ടാക്കിയിട്ട് മൂക്കിലേക്ക് നിശ്വസിച്ചു തൻ്റെ ആത്മാവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കണിശമായും മനുഷ്യൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഇനിയും ഈ കരവേല അതിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് മാലാഖമാരെക്കാൾ അല്പം താഴ്ത്തിയേ നമ്മളെ ഉണ്ടാക്കിയത്. മാലാഖമാരായിരുന്നു ഏറ്റവും ഭംഗിയുള്ളവരും ഏറ്റവും ദൈവകൃപ നിറഞ്ഞവരും മനോഹാരിത മാത്രമായിരുന്നത് മാലാഖമാരായിരുന്നു. അവർ വീണുപോയി. ഇനിയും അവരെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിയുടെ മകുടമായി നമ്മളെ സൃഷ്ടിച്ചു. നമ്മളവർക്കാണ് നമ്മൾ മനുഷ്യൻ ആരാണ്? സൃഷ്ടിയുടെ മകുടം. അത് എല്ലാ സൃഷ്ടികളെയും ദൈവം സൃഷ്ടിച്ച ശേഷം ആരാവന് പേരിട്ടത്? മനുഷ്യൻ. നമ്മുടെ വീട്ടിൽ അപ്പൻ മക്കൾക്ക് പേരിടുന്നത് പോലെ. അതെ, എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും ഒരു അപ്പനാണ് മനുഷ്യൻ. അപ്പോൾ എല്ലാ അധികാരവും കൊടുത്തു. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം 1:28. എല്ലാ സൃഷ്ടികളുടെയും, അതായത് പക്ഷികളുടെയും കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും എല്ലാ വൃക്ഷജാതികളുടെയും മേൽ അധികാരം കൊടുത്തു. അങ്ങനെയാണ് ആ വലിയ മഹത്വം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം 8:3. അതായത് മാലാഖമാരെക്കാൾ അല്പം താഴ്ത്തി എല്ലാ മഹത്വവും കൊണ്ട് അവനെ അണിയിച്ചുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ബൈബിൾ സ്പഷ്ടമായിട്ട് പറയുന്നു, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അഥവാ ദൈവത്തിൻ്റെ കരവേലയാണ് മനുഷ്യൻ എന്ന്. ഇനിയും ഈ മനുഷ്യൻ അധപ്പതിച്ചു, തൻ്റെ മനോഹാരിത മുഴുവൻ നഷ്ടപ്പെടുത്തി. അവനെ നോക്കിയപ്പോൾ കാണുന്ന കാര്യം വളരെ മനോഹരമായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 5ഉം 6ഉം വചനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു ദിവസം കർത്താവ് നോക്കിയപ്പോൾ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന്. അത് ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വചനം 5ഉം 6ഉം.
ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. പ്രിയമുള്ളവർ, ഞാനിപ്പോഴും ഓർക്കുന്ന ഒരിക്കലെ കാര്യശോഭനെ ഞാൻ പണ്ടായിരുന്നപ്പോഴാണ്. അന്നൊന്നും ഓർക്കുന്നില്ല, ആരാന്നും ഇപ്പം മറന്നുപോയി. ഒരു ഷാട് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കാണും. അത് തൻ്റെ മകൻ അശ്ലീലനായിട്ട് മദ്യപിച്ച് പുകവലിച്ച് തിന്മയിൽ ജീവിക്കുന്നത് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛ അവനുണ്ടാകാതിരുന്നെങ്കിൽ, അവനുണ്ടാകാതിരുന്നെങ്കിൽ, അതെ, ഇതായിരിക്കാം ഒരപ്പനായ പിതാവ് മനുഷ്യൻ്റെ പാപം കണ്ടുകൊണ്ട് ദുഷ്ടത വർദ്ധിച്ചുകൊണ്ട് ദൈവമേ ഇവനെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു. അതെ, ഹൃദയത്തിലെ വേദന പിണക്കം കൊണ്ടല്ല. താൻ സൃഷ്ടിച്ചതിന് എങ്ങനെ പിണങ്ങാൻ കഴിയുമില്ല. വേദന സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പൻ, ഒരു അമ്മ, മകൻ മോശമായി ജീവിക്കുന്ന കാണുമ്പോഴുള്ള ഉള്ളിലെ ആ വേദന, ആ പിതാവ്. ഇവിടെ നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിൽ വലിയ അഗാധമായ ആഴമായ മാറ്റപ്പെടാത്ത ഒരു ബന്ധമുണ്ട്. ഒരമ്മയും കുട്ടിയും തമ്മിൽ പുക്കിൾ കുടി കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെയാണ് ദൈവത്തിന്റെ ഹൃദയവും മനുഷ്യന്റെ ഹൃദയവും തമ്മിലുള്ള ബന്ധം. അതാണ് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഛായയിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അവിടുത്തേതാണ്. അപ്പോൾ അവിടെ ചെന്ന് പതിക്കുന്നത് വരെ ആ ഹൃദയം സ്വസ്ഥമല്ല, ശാന്തമല്ല. സ്നേഹം കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ മാത്രമേ അതിന് സ്വസ്ഥതയും സായുജ്യവും ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ദുഷ്ടത. അവിടെ കർത്താവിന് വേണമെങ്കിൽ അവനെ അങ്ങ് ശിക്ഷിച്ച് തള്ളിക്കളയാമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന അവസ്ഥ എന്താണെന്ന് വീണ്ടും യേശയ്യാ പ്രവാചകൻ അധ്യായം 1 അതെ പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ അധ്യായം 1 തിന്മ നിറഞ്ഞ രാജ്യം 2-ാം വചനം മുതൽ. യേശയ്യാ പ്രവാചകൻ അധ്യായം 1 2-3 വചനങ്ങൾ. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവൻ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല. ഒരപ്പൻ്റെ വേദന അവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചു, എൻ്റെ മക്കളെ ഞാൻ പോറ്റി വളർത്തി, എന്നാൽ കഴുതേക്കാളും അവൾ അധപ്പതിച്ചുവെന്ന്. എന്ന് പറഞ്ഞാൽ മൃഗതല്യമായി ജീവിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോകുന്നത് ഇന്നത്തെ ലോകമാണ്. ഒരു ക്ഷണികളുടെ മനസ്സിൽ കൂടി പോകുന്നു. എത്രയോ ആളുകൾ, എത്രയോ കത്തോലിക്കർ തന്നെ മൃഗങ്ങളെക്കാൾ കഷ്ടമായി ജീവിക്കുന്നു. ഒരു വിഷയം മദ്യം, പുക, അല്ലെങ്കിൽ അശ്ലീലം, തിന്മ, സെക്സ്, ഇത് മാത്രം മതി. ദൈവികമായ ഒരു ചിന്തയുമില്ലാതെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റി ഒന്ന് സ്മരിക്കുക പോലും ചെയ്യാറ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് കാണുന്നത് അത് മൃഗത്തെക്കാൾ കിടയായി ജീവിക്കുന്ന അവസ്ഥ. ഇതാണ് ദൈവം സ്വർഗത്തിന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ അതെ നമ്മൾ കാണുന്നത് എന്താണ്? മനസ്സ് വേദനിച്ചു, പിതാവിൻ്റെ മനസ്സ് വേദനിച്ചു, ദുഃഖിച്ചു. ഈ ഒരു പക്ഷെങ്കിൽ അപ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ മീറ്റിംഗ് കൂടി കാണും, ഒരു കോൺക്ലേവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ. എന്താണ് ചെയ്യുക? പലതവണയും നമ്മൾ പ്രവാചകന്മാരെ അയച്ചു, പുരോഹിതരെ നിയമിച്ചു, താക്കീതുകൾ നൽകി. എന്നിട്ടും എന്താ ഒരു ഫലവും ഇവർ നന്നാകുന്നില്ല. ദൈവം ഇവരെ എങ്ങനെയൊന്ന് ഗുണം വരുത്തും. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇവരെ ഗുണം വരുത്താൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിതാവ് തൻ്റെ പദ്ധതി പറഞ്ഞു കാണും. നമ്മളിൽ ഒരാൾ അവരെ പോലെ മനുഷ്യനായി തീരുക, എന്നിട്ട് അവരുടെ പാപങ്ങളും പാപത്തിൻ്റെ പരിണിത ഫലമായ ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഏറ്റെടുക്കുക. എന്നിട്ട് അവർക്ക് നൽകാൻ നമ്മൾ വച്ചിരിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കുക. പാപം ചെയ്യുന്നവൻ മരണത്തിലാണ്. റോമാക്കാർക്ക് ലേഖനം അധ്യായം 6:23. അപ്പോൾ പാപത്തിൽ ഇവർ മരിച്ചിരിക്കുന്നു, മൃതരാണ്.
നമ്മൾ ഒരാൾ പോയി ആ മരണം ഏറ്റെടുക്കണം, അവരെ പോലെ ആയിത്തീരണം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കളിമണ്ണ് കൊണ്ട് ഒരു പാവയുണ്ടാക്കി നിൽക്കേണ്ട കൊച്ചുകുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. മനോഹരമായിട്ട് പെയിൻറ് ചെയ്തു, അതിനെ ഉടുപ്പൊക്കെ ഉടുപ്പിച്ചു. പെട്ടെന്നൊരു കാറ്റ് വന്ന് ഈ പാവയെ പറത്തി ഒരു തീട്ടക്കുഴിയിലേക്ക് അത് പോകാനിടയായി. എന്ന് പറഞ്ഞാൽ നഗരത്തിലുള്ള അല്ലെ സിറ്റിയിലുള്ള എല്ലാ മാലിന്യങ്ങളും കൂട്ടിച്ചേർത്ത് ഉള്ള ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു കയൽ പോലെ സ്ഥലത്ത് നടുക്കേക്ക് അത് വീണുപോയി. അപ്പോൾ നമ്മൾ പരിശ്രമിക്കാം, ദുഃഖിച്ചു, ദൈവമേ ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ പാവ ആ തീട്ടക്കുഴി പോയല്ലോ ദൈവമേ, ഇനി എനിക്ക് കിട്ടുകയില്ല കർത്താവേ, പോയല്ലോ. ഉള്ളുകൊണ്ട് വേദനിക്കുകയാണ് കൊച്ചു. ഇനി ക്ഷമിക്കുകയാണ്, പലതവണയും തോട്ടിയിട്ടും കമ്പിയിട്ടും എനിക്ക് പിടിച്ചെടുക്കാവുന്നത്. പിടിക്കുമ്പോഴെല്ലാം വിട്ടുപോവാണ്, കിട്ടുന്നില്ല. അപ്പോൾ അതിലൊരു കാർന്നൂർ കടന്നു പോകാമെന്ന് വിചാരിച്ചു. കാർന്നൂർ പറയാണ്, മോനെ നീ ഈ പാവയെ പോലെ ആയിട്ട് അവിടെ ചെന്നാൽ അതിനെ എടുത്ത് രക്ഷിക്കാൻ പറ്റും. നമുക്ക് ചിന്തിക്കത്തില്ല, അങ്ങനെ ഒരു സന്ദേശം ആരും സ്വീകരിക്കില്ല. പരീക്ഷ പറയും നമുക്ക് വേറെ ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി. ഇല്ല, വേറെ ഭാവി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ കൈ കൊണ്ട്, എൻ്റെതാണ്. അപ്പൊ അതുകൊണ്ട് അതെ ചേട്ടാ, അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയാൽ എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ തന്നെ വേണം. നമ്മൾ ചെറുപ്പത്തിൽ പിടിവാശി വെച്ചിട്ടില്ല അങ്ങനെ ഓരോ സാധനങ്ങൾക്കും. അതെ, പണ്ട് ഇവിടുത്തെ ഒരു ഫിഡിലിസ്റ്റ് അപ്പച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് പിടിലിൽ കൂടെ പാടുമായിരുന്നല്ലോ. കൊച്ചിന് കരിമ്പ് കൊടുത്തു. അപ്പോൾ അപ്പനോട് പറഞ്ഞു കരിമ്പ് രണ്ടാക്കി തരാനായിട്ട്. പുതിയതാ ഇതിനകത്തൂടെ പാടുമായിരുന്നു, റബൈക്കിലൂടെ. അപ്പോൾ ആ കുട്ടി വീണ്ടും പറയണേ, അപ്പം 4 തരണം. അപ്പം 4 8 തരണം. 8 കൈ കൊടുത്തു. അപ്പം പറഞ്ഞു അപ്പച്ചൻ അതെല്ലാം കൂടെ 1 തരണമെന്ന്. നിങ്ങളത് വിഷയം അതെ അപ്പച്ചൻ്റെ പിടിൽ വായനയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതെ, എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ അപ്പച്ചൻ പിടിൽ വായിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു ഇത് പാടുന്നത്. ഇവിടെ കുട്ടികൾ അങ്ങനെ പിടിവാശി വെക്കൂല, എനിക്ക് എൻ്റെ തന്നെ വേണം, എൻ്റെ മനസ്സിലെ വേണം. അപ്പോൾ ഈ ചെളിക്കുഴിയിൽ കിടക്കുന്ന ആ പാവിൽ തന്നെ വേണം, വേറെ മേടിച്ചാൽ പോരാ, വേറെ ഉണ്ടാക്കിയാൽ പോരാ, ഇതെൻ്റെ കരവേലയാണ്. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലെ ചിന്ത. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രത്യേക വ്യക്തികളാണ്, നമ്മളെ പകരം ആരുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 25 വായിക്കുന്നത്, മനുഷ്യൻ്റെ ജീവന് പകരമായി എന്ത് നൽകുവാൻ കഴിയും? നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവിനെയോ നിന്റെ മകനെയോ മകളെയോ അപ്പനെയോ അമ്മയോ കൊടുത്താൽ പോരാ, ഈശോയ്ക്ക് നിന്നെ തന്നെയാ വേണ്ടത്. നിന്നെ വ്യക്തിപരമായി കൈകൊണ്ട് സൃഷ്ടിച്ച് വ്യക്തിപരമായി സേവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് ആ മനുഷ്യനെ തന്നെ വേണം, വേറെ മനുഷ്യനെ സൃഷ്ടിച്ചാൽ പോരാ. അപ്പോൾ ആ ത്രിത്വത്തിലെ കോൺക്ലേവ് മീറ്റിംഗ് വെച്ച് 2ാമത്തെ പുത്രനായ യേശു പറഞ്ഞു കാണും, അപ്പച്ച ഞാൻ പോയിക്കോളാം. ഒരു തീരുമാനമായിരുന്നു അത്. ഞാൻ ഭൂമിയിൽ മനുഷ്യനായി പൊയ്ക്കോളാം, പിതാവ് ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യനായി തീരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കരവേലയായി തീരാം, ഒരു പാവയായി തീരാമെന്ന് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിലൂടെ പറഞ്ഞതുപോലെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുവാനെടുത്ത തീരുമാനം ഇതായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞൊരു ശുദ്ധ മണ്ടത്തരം എന്ന്. ശുദ്ധ മണ്ടത്തരം ഞാൻ പറഞ്ഞത്, ഈ ഉദാഹരണം പറഞ്ഞത്. ഒരു ചെളിക്കുഴിയിൽ പോയ പാവയെടുക്കാൻ ഞാൻ പാവയാൻ ഒരിക്കലും മണ്ടനല്ല. ഹല്ലേലൂയ. അത്രമാത്രം ഞാൻ അധപ്പതിച്ചു പോയിട്ടില്ല, ശരിയല്ലേ? എങ്കിൽ അത്രമാത്രം ദൈവം അധപ്പതിച്ചു. ഞാൻ ഇൻവെർട്ടർ കോമായിൽ ഉദ്ധരണിയാണ് ഈ അധപ്പതിച്ചു എന്ന വാക്ക് പറയുന്നത്. എന്ത് മനുഷ്യ മക്കളുടെ സ്നേഹം കൊണ്ട് ഒരുവൻ പോലും നശിച്ചു പോകരുത്, അതാണ് അവൻ്റെ ഉള്ളിലെ പ്രത്യാശയും ആഗ്രഹവും. അതുകൊണ്ട് മനുഷ്യനാകാൻ, ഇനി വെറും മനുഷ്യനാകുകയല്ല ചെയ്യുന്നത് എന്ന് ഓർക്കണം. മനുഷ്യൻ്റെ എല്ലാ തിന്മകളും ഏറ്റെടുക്കുകയാണ് ആ പുൽക്കൂട്ടിൽ പിറന്ന ഈശോ. അതായിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ. അവൻ നമ്മുടെ തന്നെ ശരീരമാണ് ഏറ്റെടുത്തത്. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 വചനം 14. ഈ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ തലക്കെട്ടായിട്ട് തന്നത് വചനം മാംസമായി ജനിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും ശരീരമാണ് അവിടുന്ന് എടുത്തത്. ഒരിക്കൽ ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ മാതാവിനെ പറ്റി ധ്യാനിക്കായിരുന്നു.
കാരണം ഞാൻ പഠിച്ചു കുരിശിൽ വെച്ച്. അതെ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മാതാവിനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന്. യോഹന്നാനോട് പറഞ്ഞത് നമ്മോടും കൂടെയാണ് പറഞ്ഞത്. എല്ലാ ശിഷ്യരോടുമായി പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അന്ന് മുതൽ അവൾ നമ്മുടെ അമ്മയായി. അന്ന് മുതലാണോ മുമ്പാണോ ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ഒരു പക്ഷേ യേശുക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി ജന്മം കൊണ്ടപ്പോൾ ആ നിമിഷത്തിൽ അതെ അവൾ നിൻ്റെയും എൻ്റെയും അമ്മയായി. കാരണം ഒരു വ്യക്തിയായ യേശുവിനെ മാത്രമല്ല അവൾ ഗർഭം ധരിച്ചത്, പിന്നെയോ മനുഷ്യവംശത്തെ മുഴുവനുമാണ്. മനുഷ്യമാംസം, മനുഷ്യ ജഡമാണ് യേശുവിലൂടെ അവൾ ജന്മം കൊടുത്തത്. ഹല്ലേലൂയ. യേശുക്രിസ്തു യേശുവിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ജന്മം കണ്ടപ്പോൾ നീയും ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇന്നുവരെ ജീവിച്ചിരുന്നവരും ഇനി ജീവിക്കാനിരിക്കുന്നവരും അവൻ്റെ ജഡത്തിൽ, അവൻ്റെ മാംസത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ വചനം മാംസമായി എന്ന് പറയുമ്പോൾ അതെ, അതിൻ്റെ വലിയ ഗാംഭീര്യത, ആ വചനത്തിൻ്റെ ആഴമായ അർത്ഥം പ്രിയമക്കളെ മനസ്സിലാക്കണം. ദൈവം, സൃഷ്ടാവായ ദൈവം, അതെ, പിതാവിനോടുകൂടി ഒന്നായിരിക്കുന്നവൻ. നമുക്കറിയാം, യേശു പല തവണയും പറഞ്ഞു, പിതാവ് ഞാൻ ഒന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:30 സ്പഷ്ടമായി യഹൂദരോട് പറഞ്ഞു. യോഹന്നാൻ 10:30. അതെ, ഞാനും എൻ്റെ പിതാവ് ഒന്നാണ്. ഒരിക്കൽ ഫിലിപ്പോസ് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ എന്താണ്? എന്നെ കാണുന്നവൻ ആ പിതാവിനെ കാണുന്നത്. യോഹന്നാൻ 14:9. ഹല്ലേലൂയ. അപ്പോൾ വളരെ വ്യക്തമാണ്, ഞാൻ ഈ പുൽക്കൂട്ടി കാണുന്ന മനുഷ്യക്കുട്ടി, മനുഷ്യക്കുഞ്ഞ്, അത് പിതാവായ ദൈവമായി സമനായിരിക്കുന്നവൻ. അത് ശൂന്യവൽക്കരിച്ചു, ഇല്ലാതാക്കി, തനവൽക്കരിച്ച് ഇതാ നമ്മെപ്പോലെ കിടക്കുന്നുവെന്ന്. നമുക്ക് നമ്മളെപ്പോലെ അമ്മച്ചിയുടെ മുലപ്പാലും കുടിച്ച് ആ ചുറ്റുപാടും ഉണ്ടായിരുന്ന ഈച്ചയും കൊതുക് കടിയും ഏറ്റ് ആ മൃഗത്തിൻ്റെ ആ കാഷ്ടത്തിൻ്റെ മണമെല്ലാം സഹിച്ച് കിടക്കുന്നു. ഇനി വളർന്നു വരുമ്പോഴോ ഒരു പൂർണ്ണ മനുഷ്യനായി. അതാണ് ഹെബ്രായക്കാർക്ക് ലേഖനം 2:24 പറയുന്നത്, പാപമൊഴികെ എല്ലാറ്റിലും അവൻ നമുക്ക് സമനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോലെ തിന്നുമായിരുന്നു, കുടിക്കുമായിരുന്നു, ഇച്ചിരി കള്ളും കുടിക്കുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ അവനെ മദ്യപനെന്ന് യഹൂദന്മാർ പറഞ്ഞത്. കാരണം അത് അവിടുത്തെ രീതിയായിരുന്നു. അപ്പം ഇച്ചിരി വീഞ്ഞൊക്കെ കുടിക്കുമായിരുന്നു. അതുകൊണ്ട് അവനെ കള്ളുകൂടിയാൻ, ഭോജനപ്രിയൻ എന്ന് പോലും അതെ പറഞ്ഞു. ഇതെല്ലാം കേട്ടു. ഇനി ഈ ദൈവ മനുഷ്യനെ മനുഷ്യൻ വിളിച്ചെന്താണ്? തച്ചൻ്റെ മോൻ, മേരിയുടെ മോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ വഴിയെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഔസേപ്പിൻ്റെ മോനാണെങ്കിൽ പറയാൻ തോമായുടെ മോനെന്ന് പറഞ്ഞാൽ തന്നു കൊടുക്കൂലേ? തന്തയ്ക്ക് പറഞ്ഞാൽ നമ്മളാരും സഹിക്കുകയല്ലേ? സഹിക്കുമോ? യേശുവിനറിയാം അവൻ്റെ തന്ത ആരാണെന്ന്. ഹല്ലേലൂയ. പിന്നെ നാട്ടുകാരെ വിളിച്ചത് തച്ചൻ്റെ മോന് അല്ലെങ്കിൽ മേരിയുടെ മോൻ എന്ന്. എന്ത് വിഷമം ഉണ്ടായി കാണൂല്ലേ? തന്തയ്ക്ക് പറയാൻ നമ്മുടെ നാട്ടിൽ ആരെയും വെച്ചേക്കല്ല. ഇനി തന്ത അല്ലെങ്കിൽ തന്നെ അല്ലേ? ചിലപ്പോൾ അബദ്ധത്തിൽ ചിലരുടെയൊക്കെ അപ്പന്മാരായാലുംകാരായിട്ടുണ്ട്. എന്നാലും മക്കള് സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല. പറയാ തപ്പന് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ തെറിയാ അല്ലേ? എങ്കിൽ യേശു ഗലീലായിലൂടെ നടന്നു പോയപ്പോൾ പലപ്പോഴും അതാ തച്ചൻ്റെ മോൻ പോന്നു, മറിയയുടെ മോൻ പോന്നു. എന്നാ ആരുടെ മോനാ? പിതാവിൻ്റെ ഏകജാതൻ. ഹല്ലേലൂയ. അതായത് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ സഹിച്ച എല്ലാ സഹനങ്ങളും എല്ലാ തിരസ്കരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണ മനുഷ്യനായിരുന്നു അവൻ. ഇനി അതിനും ഉപരിയായി അത് നമുക്കറിയാം, ഒരു സേവകനെ പോലെ, ഒരു പരിചാരകനെ പോലെ ശിഷ്യയുടെ പാദങ്ങൾ കഴുകുന്നു നമുക്കറിയാം. ഇനി ഈ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കുന്നു എന്നല്ല, അവൻ പാപമായി മാറി. 2 കൊറിന്തോസ് 5:21. 2 കൊറിന്തോസ് 5:21. നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട് അവൻ സ്വയം പാപം അറിഞ്ഞിരുന്നില്ല എങ്കിലും പാപമായി മാറി. ഹല്ലേലൂയ. ദൈവശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അത് വായിച്ചിട്ട് ധ്യാനിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. എങ്ങനെയാണ് പാപമില്ലാത്തവൻ പാപമായി മാറിയത്? മലയാളത്തിൽ പറഞ്ഞാൽ ചെളിക്കുണ്ടൻ, കുണ്ടൻ ചെളി ചാടിയപ്പോൾ ചെളിക്കുണ്ടനായി മാറി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവൻ
ചിന്തയില്, വാക്കില്, പ്രവർത്തിച്ചത് എല്ലാ പാപങ്ങളും സ്വയത്തമാക്കി. അത് ഞാൻ മനോഹരമായി ധ്യാനിക്കുന്നത് എവിടെയെന്നറിയാമോ? ആ കുരിശില്. ആ മർക്കോസ് എഴുതിയ സുവിശേഷ പ്രകാരം 6 മണിക്കൂർ കുരിശി കിടന്നു കർത്താവ്. 3 മണിക്കൂറല്ല, 9 മണിക്കൂറിലാണ് ക്രൂശിക്കുന്നത്. മരിക്കുന്ന 3-ാം മണിക്കൂറിലാണ്. എങ്കിൽ 9 മണിക്കൂറാണ്. ഒന്ന് ആലോചിക്കണം. നമ്മുടെ ഒരു കൊന്തയുടെ രഹസ്യം ചെല്ലാൻ കയ്യിൽ വിളിച്ചു പിടിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ചെറുപ്പത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താനമാരാഹായം ചെയ്ത് കൊന്ത തരണമായിരുന്നു മുട്ടുമേനെ കൊണ്ട്. അവസാനത്തെ രഹസ്യം ചെല്ലുമ്പോൾ കൈ നീട്ടി പിടിക്കണമായിരുന്നു. കൈച്ചൻ അനക്കിപ്പോയെങ്കിൽ അപ്പൻ്റെ അടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം കൈക്ക് വേദന ഉണ്ടായിരുന്നു അങ്ങനെ പിടിക്കുമ്പോൾ. എങ്കിലും ആലോചിച്ചു നോക്കും, കുരിശിൽ 3 ആണികളിൽ രക്തത്തുള്ളികളുടെ 90% വാർന്നു കഴിഞ്ഞു. തല മുതൽ പാരം വരെ മുറിവ്, മനസ്സിലെ ഖേദം. കാരണം മനസ്സിൽ കാണുന്ന മനുഷ്യന്റെ പാപം മുഴുവനുമാണ്. ആ ഗത്സമനി മുതൽ കർത്താവ് മനുഷ്യന്റെ പാപങ്ങൾ കണ്ട് കരഞ്ഞ് കരഞ്ഞ് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആയിട്ട് തൂങ്ങിക്കിടക്കുകയാണ് കർത്താവ് എന്ന് ഓർക്കണം. അതെ, താൻ ചെയ്ത പാപത്തിന് പരിഹാരമല്ല, നിങ്ങളുടെയും എൻ്റെയും പാപത്തിന്റെ പരിഹാരം. പലതവണയും ഒരു വിട്ടു പിതാവേ അങ്ങനെ കൈവിട്ടു, അങ്ങനെ കൈവിട്ടു. പിതാവ് പുത്രനെ കൈവിട്ടു എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? ഏകജാതനെ കൈവിടുന്നവർ ആരുണ്ട്? എന്നാ പിതാവ് യേശു ഓർത്തു, എന്നെ കൈവിട്ടു പോയി, കൈവിടിഞ്ഞു. പിതാവ് അങ്ങനെ കൈവിട്ടു. എന്താ പിതാവ്? അത് ഇവന്റെ ഈ സഹനത്തിൽ നിന്ന് രക്ഷിച്ച് ഉടനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല സ്വർഗത്തിലേക്ക്, വലത്തുമകൻ തിരുത്താനായിട്ട്. അവൻ നോക്കുമ്പോൾ കാണുന്ന ആരാണ്? പരിശുദ്ധൻ 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 അലാഹമാർ പാടുന്ന ആ സ്വർഗീയ സദനത്തിൽ ഇരിക്കുന്ന പിതാവ് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മകൻ ചെളിക്കുണ്ടിൽ, പാവക്കുണ്ടിൽ. ഹല്ലേലൂയ. പാവക്കുണ്ടിൽ അവനെ സ്വീകരിക്കാൻ പറ്റില്ല ദൈവത്തിന്. അതെ, അത് സാധ്യമല്ല. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന് അതെ ചെളിപുരുന്ന മകനെ സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ കാണാം, ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റും പിതാവ് ദുഷ്ടനാണെന്ന്. അല്ല, ദുഷ്ടനല്ല. ഈ മകന്റെ സഹനം കണ്ടുകൊണ്ട് പിതാവേ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ദുഷ്ടനല്ലെങ്കിൽ അതെ ഇത് കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കുമില്ലേ? അല്ല, ദുഷ്ടതയല്ല. ആ ശരീരത്തിൽ കാണുന്നത് മനുഷ്യനെ മുഴുവനാണ്. നിങ്ങളെയും എന്നെയും നമ്മുടെ എല്ലാ പാവങ്ങളുമാണ് കാണുന്നത്. പഴഞ്ഞ എല്ലാ മനുഷ്യരും ചില പാവങ്ങളാണ് കാണുന്നത്. അപ്പോൾ പാപത്തോടുകൂടി തൻ്റെ ഏകജാതനെ സ്വീകരിക്കാൻ പറ്റൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ വിശുദ്ധനാകണം, ഇവൻ പരിപൂർണ്ണ വിശുദ്ധരാകണം, ഇവന്റെ ഹൃദയം മഞ്ഞുപോലെ വെളുത്തതാകണം, എങ്കിലേ പിതാവായ ദൈവത്തിന് സ്വീകരിക്കാൻ പറ്റൂ. ഈ 6 മണിക്കൂർ സമയം സഹിച്ച് 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 അവസാനത്തെ രക്തത്തുള്ളി ചങ്കിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അപ്പോഴാണ് പിതാവ് നോക്കുന്നത്, ആ ഇപ്പോൾ എൻ്റെ ഏകജാതൻ പരിശുദ്ധനായിരിക്കുന്നു, വെളുത്തിരിക്കുന്നു. ആ വെളുപ്പിലൂടെ, മഞ്ഞുപോലെയുള്ള ആ വെളുപ്പിലൂടെ അവിടെ നിന്ന് കാണുന്നത് നിങ്ങളെയും എന്നെയും മനുഷ്യജാതി മുഴുവനെയാണ്. അഥവാ മനുഷ്യകുലം മുഴുവൻ അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്ത സഹനത്തിലൂടെ, ആ രക്തം ചിന്തലിലൂടെ കഴുകി ശുദ്ധമാക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ അതെ യെശയ്യാ പ്രവാചകൻ അധ്യായം 1 അതെ 14 മുതൽ വായിക്കുന്നത്, വരൂ നമുക്ക് രമ്യപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പുള്ളതാണെങ്കിലും ഞാൻ കഴുകി വെളുപ്പാക്കി മഞ്ഞു പോലെ ആക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആ കാൽവരി വിരിമാറിലാണ് അതെ ആ മഞ്ഞു പോലെ വെളുപ്പാക്കാൻ നടന്നത്. അതെ, പിതാവായ ദൈവത്തോട് അപ്പച്ച ഞാൻ മനുഷ്യനായി പിറന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ദൈവമായി അവിടുന്ന് കണ്ടിരുന്നു. ആ ശിശുവിനെയാണ് നമ്മൾ പുൽക്കൂട്ടി കാണുന്നത്. നിങ്ങളുടെയും എന്റെയും പാപങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധനായവൻ അതിനോട് കുരിശിൽ കയറി അതെ ഇത്ര മൃഗീയമായ രീതിയിൽ, ഭയാനകമായ രീതിയിൽ സഹനം സഹിക്കുവാൻ അത് തയ്യാറാകുന്ന ശിശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ഉണ്ണിയേശു എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്, എന്തൊരു മണ്ടത്തരം. ഹല്ലേലൂയ. ഒറ്റ വാക്ക് ഉച്ചരിച്ചാൽ മതിയായിരുന്നു മനുഷ്യനെ രക്ഷിക്കാൻ. അതെ, മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ പക്ഷിമൃഗാദിയൊക്കെ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടു. ഒരു വാക്കുകൊണ്ടും അല്ലെങ്കിൽ ഒരു ചെറിയ ഒന്ന് ഊതിയാൽ മതിയായിരുന്നു, നിശ്വസിച്ചാൽ മതിയായിരുന്നു, ആത്മാവിനെ ഒന്നുകൂടെ വീശിയാൽ മതിയായിരുന്നു, ഇവനൊക്കെ പുനരുത്ഥാനം പ്രാപിച്ചേനെ. എന്നാൽ ഇവ സഹനത്തിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹം നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതെ, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പറഞ്ഞ ശുദ്ധ മണ്ടത്തരം എന്ന് പറയും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ അച്ഛനാകാൻ പോകണമെന്ന് എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ആദ്യം ഞാൻ പറഞ്ഞത്. കാരണം SSLC
പാസ്സാകുന്നവരെ ഞാനൊരു പട്ടിക്കുറിക്കൊണ്ട് പറഞ്ഞിട്ടില്ല അച്ഛനാ പോകുന്നത്. കാരണം പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, അത്ര ഗുരുതകരിയായിരുന്നു, അത്ര അത് സ്കൂളിലെ നമ്പർ 1 പോക്കുറിയായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം പറയാം. പക്ഷെ ഉള്ളിലുണ്ടായിരുന്നു അച്ചാച്ചൻ മരിച്ച പോലെ അച്ചാച്ചനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് കുർബാന ചൊല്ലിക്കണമെന്ന് ആശയമുണ്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ എന്നെ ഒരു അച്ഛനാക്കണമെന്ന്. പക്ഷെ ഒരുത്തരും എന്നെ നോക്കിയാൽ പറയലാണ്. കാരണം എൻ്റെ 12 അടി വീതം അടികൊള്ളാത്ത ഒറ്റ സാറുമാർ എൻ്റെ സ്കൂളിൽ കാണില്ല, അത്രമാത്രം വികൃതനാണ്. SLC പാസ്സായപ്പം എൻ്റെ അടുത്തുള്ള 5-6 മിത്രങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാൻ പോവാണ്, വിശാഖപട്ടണം മിഷൻ പോവാണ്. അപ്പോൾ അവരല്ല മണ്ടത്തരം, അത് നിനക്ക് പഠിക്കാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടി, എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ചാച്ചൻ മരിച്ചതിൻ്റെയൊക്കെ കെടുതി മാറിയിട്ടില്ല സാമ്പത്തികമായിട്ടും, നീ കോളേജിൽ പോകണം, ഡിഗ്രി എടുക്കണം, ജോലിയൊക്കെ മേടിച്ച് സാമ്പത്തികമായിട്ട് കുടുംബത്തിനെ സഹായിക്കണമായിട്ട് അശുദ്ധ മണ്ടത്തരം കാണിക്കരുത്. ആദ്യത്തെ റിയാക്ഷൻ അതായിരുന്നു. ഞാനത് കഴിഞ്ഞ് ഈ വിവരം എൻ്റെ വീട്ടിലുള്ള പലരോടും പറയാൻ പോയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കസിൻ, ഒരു പേരപ്പൻ്റെ മകൾ പറഞ്ഞു, അച്ഛൻ്റെ വീട്ടിൽ 6 പേരിലെ ഏറ്റവും സുന്ദരനും തടിയനും നീ ജെയിംസ്, നീ അച്ഛനാൻ പോയ പെണ്ണ് കെട്ടാൻ പറ്റില്ല, ബ്രഹ്മചര്യം പാലിക്കണം, മക്കളുണ്ടാകുകയില്ല. അപ്പോൾ കുടുംബത്തിൽ നല്ലൊരു മകനുണ്ടാകണം, മക്കളുണ്ടാകണമെങ്കിൽ നീ പെണ്ണ് കെട്ടണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ വംശം നിലനിർത്താനായിട്ട്, ഇത്തരം തടിയുള്ള മഞ്ഞാക്കലച്ചിനെ പോലെ ഇനിയും മക്കൾ കുടുംബത്തുണ്ടാകാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശുദ്ധ മണ്ടത്തരം. ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പോൾ ഞാൻ ചേച്ചി ഏതായാലും കർത്താവ് ഈ ശുദ്ധ മണ്ടത്തരത്തിനായി വിളിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം 100% അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചഞ്ചലതയും ഇത് പറഞ്ഞുകൊണ്ടുണ്ടായില്ല. പ്രിയമുള്ളവരെ, അത് ഇന്നും അത് ലോകം ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്ന വൈദികനെയോസ് അല്ലെ സമർപ്പിതരെ നോക്കുമ്പോൾ ചോദിക്കും, എന്തൊരു മണ്ടത്തരം. സുഖമായി പെണ്ണും കെട്ടി മക്കളുമുണ്ടായി, അതെ സുഖം നല്ല മാളികയൊക്കെ വെച്ച് സുഖമായി ജീവിക്കുന്ന ജീവിതം, ഇതിന് വലിയ ആവശ്യമുണ്ടോ? ഇത് പലപ്പോഴും എന്നോട് പലരും ചോദിച്ചുള്ള ചോദ്യവുമാണ്. എൻ്റെ ഈ 43 വർഷത്തെ വൈദിക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഏറെ സഹനങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവർ ചൂരപടി വെച്ചെൻ്റെ തോട് മുതൽ താഴെ വരെ തല്ലി പൊട്ടി തകർത്ത് ഞാൻ മ്യൂണിക്കിൽ ചെല്ലുമ്പോൾ ഗാബി എനിക്ക് ചൂട് വെച്ച് കുഴമ്പൊക്കെ പുരട്ടിയായിരുന്നു, തൈലം പുരട്ടിയായിരുന്നു. ആ അവസരത്തിൽ കാണാൻ വന്ന ജന്മക്കാരൊക്കെ ചോദിച്ചു, അച്ഛാ ഈ ഗൾഫിനെ പോക്ക് ഒന്ന് നിർത്തിക്കൂടെ എന്നെ മണ്ടത്തരം ഈ തല്ലുകൊള്ളാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മൾ ദൈവത്തിനായി ജീവിക്കുമ്പോൾ, ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കണമേ, നമ്മുടെ ദൈവവിളി അടിസ്ഥാനപരമായി എന്താണ് എന്ന് 1 പത്രോസ് അധ്യായം 2:9 പറയുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനതയും അതെ രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നമ്മുടെ മഹനീയത മനസ്സിലാക്കുന്നില്ല മക്കളെ. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഞാൻ ഓർത്തു പോയായിരുന്നു, പനിയുടെ കെടുതി മാറിയിട്ടില്ല. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ശാരീരിക വേദന, ഈ ന്യൂറോ പെയിൻ, എൻ്റെ നാടിയുടെ സൂക്കേടാണ്, മാറാത്തൊരു വേദന എനിക്കുണ്ട്. ഇതെല്ലാവരും ഞാൻ കാഴ്ചപ്പാടിൽ വരാൻ തീരുമാനിച്ചു. ഇന്നലെ മിനിങ്ങാന്ന് വന്നു, 2-3 പേര് പ്രാർത്ഥിക്കാൻ ഇന്നലെ വന്നു. ഏകദേശം ഒരു 200-300 പേരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നു. അവിടെ എല്ലാം നിലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനിയും ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയല്ല, അത് 95% പേർക്കും കണ്ണീരോടെ എൻ്റെ അച്ഛാ, എൻ്റെ ഭർത്താവ് പള്ളിയിൽ പോവുകയാണ്, എൻ്റെ ഭർത്താവ് കൂടി എന്നെ പ്രാർത്ഥിക്കണേ, എൻ്റെ മക്കൾക്കൊരു വിശ്വാസമില്ല, എൻ്റെ മക്കൾക്ക് സുഖമാണ്, അച്ഛൻ പ്രാർത്ഥിക്കണേ. ഒരു വ്യക്തി പോലും അച്ഛാ ഞാൻ ദൈവഭയത്തനായി ജീവിക്കാൻ കൃപ തരാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വിശുദ്ധ ജീവിതം കഴിക്കാനുള്ള കൃപ തരണമേ എന്ന് ഒറ്റ വ്യക്തി പറഞ്ഞില്ല. ഞാനിവിടെ നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ അത് പോട്ടെ, ഉച്ചയ്ക്ക് ഞാനിച്ച് ചുരുളം താഴേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഉറക്കം പോലെ തോന്നി, കാരണം രാത്രി ഉറങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് കിടക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്നപ്പം ഒരു ചേച്ചി പറയാം, 1 മണിക്കൂർ ഞാൻ കാത്തു നിന്നു. എന്നാൽ പോട്ടി അച്ഛൻ ദൈവമേ തളർന്നു കിടക്കുന്നവൻ, മേത്ത് മുഴുവൻ വേദനയായിട്ട് ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സന്നദ്ധനായിട്ടിരിക്കുന്നല്ലോ എന്ന് ചിന്ത വന്നില്ല. കുറ്റപ്പെടുത്തലാണ്. കഴിഞ്ഞോണം ഞാൻ മന്നിച്ചപ്പോൾ 6-7 ഇമെയിൽ കിട്ടി. അച്ഛനെ വന്നിട്ട് കാണാൻ പറ്റിയില്ല. അച്ഛൻ കണ്ടപ്പോൾ കൈ വെച്ചതേ ഉള്ളൂ, എൻ്റെ കാര്യം കേൾക്കാൻ തന്നത്തനായില്ല. അതെ, ഞാൻ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയല്ല. ദൈവമേ, മേലാത്ത അച്ഛൻ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ധ്യാനിപ്പിക്കാൻ വന്നല്ലോ എന്ന്.
ആർക്കെങ്കിലും കൈവച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം? വേണ്ട, അച്ഛൻ റെസ്റ്റ് എടുക്കും, അതേ പറയും. ഇനി അഥവാ വലിയ രോഗികൾ, ക്യാൻസർ, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഒക്കെ വന്നവർ പ്രാർത്ഥിക്കാൻ ഞാൻ ക്ഷണിക്കും 2-ാം ദിവസം. അച്ഛൻ വേണ്ട, കൈ വെക്കട്ടെ, അച്ഛൻ്റെ കൈക്ക് വേദനയില്ലേ? അച്ഛൻ ഞങ്ങൾ വിശുദ്ധി പ്രാപിക്കാൻ, കൃപ ലഭിക്കാൻ, ഗ്രേസ് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ മനസ്സിൽ കൂടെ അതൊക്കെയാണ് വന്നത്. ഒരാൾ പോലും പറയാം എൻ്റെ ക്യാൻസർ മാറാൻ പ്രാർത്ഥിക്കണേ, എൻ്റെ നടുവിൻ്റെ വേദന മാറാൻ പ്രാർത്ഥിക്കണേ, എൻ്റെ മകന് കൊച്ചുണ്ടാകാൻ പ്രാർത്ഥിക്കണേ, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കണേ. പ്രത്യേകിച്ച് ഫ്രാൻസിൽ, ഇറ്റലിയിൽ, ക്രൊയേഷ്യ, പോളണ്ടിൽ ചെന്നാൽ അതേ ഉള്ളൂ കേൾക്കാം. പോളണ്ട് നിങ്ങൾ കേട്ടുള്ളില്ലേ? അതെ, പോളണ്ട് മുഴുവൻ പാർലമെൻറ്റും പ്രസിഡന്റും കൂടെ പോളണ്ടിനെ കർത്താവിൻ്റെ രാജ്യത്വത്തിന് സമർപ്പിച്ച കാര്യം അത് ആ വ്യക്തികളിൽ കാണാൻ പറ്റും. കേരള കർത്താവിന് ഭയങ്കര വീരമടിക്കുന്ന തോമാശ്ലീഹയുടെ ക്രിസ്ത്യാനികളാണ്, മുടിയൂടി നിൽക്കുന്ന സഭയാണൊക്കെ. പക്ഷെ ഇവിടെ ഈ മുടിയൂടി നിൽക്കുന്ന സഭയിൽ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇതാണോ മുടിയൂടി നിൽക്കുന്നത്? എന്തിനാണ് കാരിശ്വാനി വരുന്നത്? എന്തിനാണ് വട്ടായച്ചൻ്റെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് ഡൊമിനിക് അച്ഛൻ്റെയോ അല്ലെങ്കിൽ കാരിക്കലച്ചൻ്റെ പിന്നാലെ പോകുന്നത്? വല്ലതും കിട്ടണം, ആ വലിയ കാര്യം കിട്ടണം, ദൈവകൃപ കിട്ടണം, ദൈവഭദ്രനായി വിശുദ്ധനായി ജീവിക്കണം. എൻ്റെ ദൈവവിളിക്കനുസരിച്ച് ജീവിതം. എന്താണ് ദൈവവിളി? ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നീയും വിശുദ്ധനായിരിക്കുക. 1 പത്രോസ് 1:16. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബി ഹോളി ആസ് ഗോഡ് ഈസ് ഹോളി. ഇതൊക്കെ ഒന്നും നോക്കുന്നില്ല. നരകത്തിൽ പോയാലും എൻ്റെ മോൻ കള്ളൂടി നിർത്തിയാൽ മതി. നരകത്തിൽ പോയാലും എൻ്റെ ഭർത്താവ് കള്ളൂടി നിർത്തി പുകവലി നിർത്തിയാൽ രക്ഷപ്പെട്ടു. ഇതല്ല രക്ഷ. കർത്താവ് ഈ ഭൂമി വന്ന് ആരുടെയും പുകവലി നിർത്താനല്ല, കർത്താവ് വന്ന് ആരുടെയും കുടി നിർത്താനല്ല, കർത്താവ് ആരെ സുഖപ്പെടുത്താൻ വന്നവനുമല്ല. ഞാൻ പലപ്പോഴും ഓർക്കും, ഈ രോഗശാന്തി പ്രാർത്ഥന കിടക്കുമ്പോൾ കർത്താവിനെ ഇത്ര തരം താഴ്ത്തിയിരിക്കുന്നത് ഒരു വൈദ്യനായിട്ട് വേറെ പണിയില്ല. കർത്താവ് വന്നത് ജീവൻ നൽകുവാൻ, സമർത്ഥമായ ജീവൻ നൽകുവാൻ. യോഹന്നാൻ 10:10. ഹല്ലേലൂയ. എന്താണ് ഈ ജീവൻ? നിത്യജീവൻ, യേശുക്രിസ്തുവോട് ഐക്യപ്പെട്ടുള്ള ജീവിതം. ഹല്ലേലൂയ. എത്ര പേര് പള്ളി വരുന്നത്, കുർബാനയിൽ കൂടുന്നത്, കരിസ്മാറ്റിക് പ്രോഗ്രാമിൽ പങ്കുകൊടുന്നത് ഈ ഉദ്ദേശത്തോടെയാണ്, നിത്യജീവൻ പ്രാപിക്കുവാൻ. അതൊന്നും നമുക്കില്ല, ഇതൊന്നും നമുക്കില്ല. അതൊക്കെ നമുക്ക് വേണ്ടത് കുറേ ആവശ്യങ്ങൾ. അതെ, അതാണ് പറഞ്ഞതുപോലെ ഏതോ ഒരു ദേവനിരിപ്പുണ്ട് ഇങ്ങനെ, അതെ എനിക്ക് വേണം, പക്ഷെ എന്നോട് യോജിച്ചേക്കുന്നത്. അതെ, അതുപോലെ ആ സുറിയാനി ക്രിസ്ത്യാനികൾ അഥവാ കേരള ക്രിസ്ത്യാനികളെന്ന് ഞാൻ ദശാംശമോ അല്ലെങ്കിൽ തർമ്മമൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. എന്നാൽ കർത്താവ് എനിക്ക് തരണം കേട്ടോ. ഹല്ലേലൂയ. അത് എന്തെങ്കിലും പിടിച്ചു പറ്റാൻ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഈ 43 വർഷത്തെ വചന ശുശ്രൂഷയിലുള്ള ഞങ്ങൾക്കറിയാലോ 103 രാജ്യങ്ങളിൽ പോയപ്പോൾ ധാരാളം അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഇന്നലെയും ഒത്തിരി പേര് ചോദിച്ചു, അച്ഛൻ കാശ്മീരിലേക്ക് തിരിച്ചു പോരാറായില്ലേ? ഞാൻ വരികയില്ല ദൈവമേ, കാരണം ഇവിടെ ഉള്ളവരെല്ലാം തണ്ടികളാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും വേണം, രോഗശാന്തി വേണം, മക്കളെ വേണം, അത് വേണം. ഒരാൾക്ക് പോലും ദൈവരാജ്യത്തിൽ പോകണ്ട. ഞാൻ കർത്താവ് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് പോകൂ, പ്രസംഗിക്കൂ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യഥാർത്ഥ സുവിശേഷം പ്രഘോഷണം അതിനു വേണ്ടിയാണ്. അനുദപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ ദൈവരാജ്യം? അവിടുത്തോടൊന്നിച്ചുള്ള ജീവിതം. ഞാൻ നിങ്ങൾക്കൊക്കെ നിർവചിച്ചു തന്നിട്ടുണ്ട്. റോമാക്കാർക്ക് ലേഖനം അധ്യായം 14-17, യോഹന്നാൻ അധ്യായം 14-16. ദൈവരാജ്യം എന്നാൽ തീറ്റയും കുടിയൊന്നും അല്ല, പിന്നെയോ ആ പരിശുദ്ധാത്മാവിനുള്ള ആ സമാധാനവും സന്തോഷവും നീതിയുള്ള ജീവിതവുമാണ്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യ ലക്ഷ്യമായിരിക്കട്ടെ. നമ്മൾ കരിസ്മാറ്റിക് പോയാലും, ഹീലിംഗ് പ്രയർ പോയാലും, എവിടെ പോയാലും, പട്ടാഴ്ചൻ്റെ കൂടെ പോയാലും, കാരിക്കൽച്ചൻ്റെ കൂടെ പോയാലും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഫലം ചോദിക്കുന്നത്, അച്ഛാ ഒത്തിരി രോഗശാന്തി അച്ഛൻ്റെ ധ്യാനത്തിലുണ്ടോ? ഹല്ലേലൂയ. ഒരു ധ്യാനത്തിൻ്റെ മെച്ചം അടക്കുന്നത് രോഗശാന്തി വെച്ച്. ഹല്ലേലൂയ. അല്ല, ഞാൻ അടക്കുന്നതല്ല. എത്ര പേര് മാനസാന്തരപ്പെട്ടു, എത്ര പേർ സ്വർഗരാജ്യത്തിലേക്ക് കാലുകുത്തി, അതാണ് സാക്ഷ്യം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മറ്റേ സാക്ഷ്യങ്ങളല്ലെന്നല്ല, മറ്റൊന്നും വേണ്ടെന്നല്ല. കർത്താവ് പറഞ്ഞെന്താ? ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കൂ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരാമെന്ന്. ഹല്ലേലൂയ. നമ്മൾ നേരെ തിരിച്ച ഈ മറ്റെല്ലാം വേണം.
പിന്നെ അവസാനം ചത്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഗുരുഗോരയും കുർബാന ചെയ്ത് ചില സ്വർഗത്തിൽ വിട്ടോളൂ എന്നാണ്. ഹല്ലേലൂയ. ഇതാണ് മലയാളിയുടെ മനസ്സിൽ കിടക്കുന്നത്. ഇവിടെ ആയിരിക്കും എന്തെങ്കിലും ജീവിക്കുക, എല്ലാം മറ്റുള്ള കാര്യങ്ങൾ നോക്കി പണവും സമ്പാദിച്ച് അവസാനം ചത്ത് കഴിയുമ്പം എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ ആരെങ്കിലും കുർബാന ചെയ്ത് ചില സ്വർഗത്തിൽ കടത്തുകൊണ്ടു. നടക്കുകയില്ല കേട്ടോ. അത്ര എളുപ്പമൊന്നുമല്ല ഈ സ്വർഗത്തിൽ പോകാൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വെച്ച് സ്വർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ല. കർത്താവ് സ്വർഗരാജ്യം അത് നമുക്ക് തന്നത് ആദ്യം മാമോദീസയിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദ്യം സ്വീകരിച്ചപ്പോൾ ദൈവരാജ്യ ജീവിതം ആരംഭിച്ചു. ഹല്ലേലൂയ. ഇത് മറ്റു കൂരാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിപോഷിപ്പിച്ച് അത് അവസാനം നമ്മൾ മരിക്കുകയല്ല, നാട് നീങ്ങുകയാണ്. ഹല്ലേലൂയ. പണ്ടത്തെ രാജാക്കന്മാർ മരിക്കുമ്പോൾ നാട് നീങ്ങി എന്നാണ് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടല്ലോ പഴയ മലയാള ഭാഷ. അതെ, രാജാവ് നാട് നീങ്ങി. രാജാവ്, നമ്മളെല്ലാം രാജാക്കന്മാരാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതെ താഴെ സൃഷ്ടിക്കപ്പെട്ട രാജാക്കന്മാരാ. നമ്മളാരും മരിക്കില്ല, നമ്മളെല്ലാം നാട് നീങ്ങുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. മറുനാട്ടിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്. പക്ഷേ ഇവിടെ രാജ്യമില്ലാത്തവർക്ക് അവിടെ രാജ്യത്ത് ചെല്ലാൻ പറ്റില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ സ്വയം താഴ്ന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവിക വിഡ്ഢിയായ മാറി, അഥവാ ദൈവിക വിഡ്ഢിത്തം നമുക്ക് വെളിപ്പെടുത്തിയ യേശുവിനെ നമുക്ക് അനുകരിക്കണം. ഈശോ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. 2 കൊരിന്ത്യർ അധ്യായം 5:21 പാപമായി മാറി. ഇനി ആ പാപമായി മാറിയെന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളും എന്തൊക്കെയാണ് പരിണിത ഫലം? പാപത്തിൻ്റെ ശാപം നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, ഗലാത്യർക്കെഴുതിയ ലേഖനം അധ്യായം 3:16 അവൻ നമ്മളെ പ്രതി കുരിശിൽ ശാപമായി മാറി. ഹല്ലേലൂയ. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ ആ കുരിശിൽ കാണുന്നതാണ്. അവനാണ് ഇത് പുൽക്കൂട്ടി പറഞ്ഞിരിക്കുന്നത്, ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അത് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ശാപങ്ങളും, പാപത്തിന്റെ പ്രത്യേകമായ ശാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മളെ രക്ഷിക്കുവാൻ, ശാപത്തിൽ നിന്ന് വിമുക്തി നൽകുവാനായിട്ട് ഇതാ പറഞ്ഞിരിക്കണം. ശാപങ്ങൾ ഏറ്റെടുക്കുവാൻ. അതാ പറഞ്ഞ ശുദ്ധ മണ്ടത്തരം, മറ്റുള്ളവരുടെ ശാപങ്ങൾ ഏറ്റെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവിക പോഷത്വം, ദൈവിക വിഡ്ഢിത്തം എന്ന് പറഞ്ഞത്. ഇതാണ് അത് ഞാൻ ആ പുൽക്കൂട്ടി നോക്കിയപ്പോൾ ധ്യാനിച്ചത്. ദൈവിക വിഡ്ഢിത്തം. ഈ വിഡ്ഢിത്തം അത് എങ്ങനെ? അത് വിഡ്ഢിത്തമല്ല, ദൈവിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വലുത ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമാണ് എന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ അധ്യായം 1 വചനം 25. നമ്മുടെ ഇവിടുത്തെ അച്ഛന്മാരൊക്കെ മറിക്കുന്നത് എനിക്ക് മറിക്കാൻ പറ്റുന്ന കാര്യത്തിൽ എൻ്റെ കൈ സ്വാധീനമില്ല. അതുകൊണ്ട് ഇത് വഴുക പോലെ ഇരിക്കുന്നത്. മാത്രമല്ല മലയാളം ബൈബിളും വഴുക പോലെ ഇതിൻ്റെ പേപ്പറും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1-ാം-അധ്യായം 25 എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീയും ഞാനും രക്ഷിക്കപ്പെട്ടത് ഈ ദൈവിക ഭോഷത്വത്തിലൂടെയാണ്. ദൈവം ഭോഷനായില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും ഞാനും രക്ഷ പ്രാപിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഓർത്ത് ധ്യാനിക്കുമ്പോൾ സത്യത്തിൽ കണ്ണീരാണ് അതെ കണ്ണിലൂടെ വരേണ്ടത്. അതെ, ദൈവം തൻ്റെ ഭോഷത്വത്തിലൂടെ എന്നെ രക്ഷിക്കുവാൻ തിരുവുള്ളമായി. ഇത് ആണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം. ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഈ ദൈവസ്നേഹത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇത്രയും താഴേക്ക് വരുവാൻ തിരുവുള്ളമായി. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ധ്യാനിക്കുമ്പോൾ ആ വിശുദ്ധ ശരീരത്തിലേക്ക് നാം നോക്കുമ്പോൾ ഓർക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽത്തൊട്ടി ഒരു മനുഷ്യനെ പോലെ നമ്മുടെ മാംസം, നമ്മുടെ ജലമെടുത്തുകൊണ്ട്, നമ്മുടെ ജലത്തിൻ്റെ എല്ലാ ബലഹീനതകളും ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനായി പറഞ്ഞ അവൻ ഇന്നും ആ മനുഷ്യാവതാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദീപബലിയിൽ. അതെ,
ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കത്തോലിക്ക വിശ്വസിക്കുന്നു. ആ നിമിഷത്തിൽ അപ്പവും വീഞ്ഞും അവിടുത്തെ ശരീരവും രക്തവുമായി മാറുന്നു. ഇതാണ് വലിയൊരു രഹസ്യവും സത്യവും. എന്തിനാണ് വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ ശരീരവും രക്തമാകുന്നത്? വീണ്ടും അത് ഈ മനുഷ്യാവതാര രഹസ്യം തുടരുവാനായിട്ട്. എങ്ങനെ? ഒരു മാംസരൂപത്തിലല്ല, പിന്നെയോ അപ്പത്തിൻ്റെ രൂപത്തിൽ. വീണ്ടും എളിമപ്പെടുന്ന വിഡിത്തമാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാന എന്തെന്നറിയാത്ത പെന്തക്കോസ്തുകാരും ഹൈന്ദവരും മുസ്ലിങ്ങളൊക്കെ പറയും, എന്തൊരു മണ്ടത്തരം, ഒരപ്പക്കഷ്ണം വെച്ച് ആരാധിക്കുന്നവരാ കത്തോലിക്കരെന്ന്, വിഗ്രഹാരാധകരാണ് അവരെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവിക വിജ്ഞാനം കൂടിയേ തീരും. അതെ, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും, അതെ, അതുപോലെ ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ജീവിച്ച ശിഷ്യന്മാർ, അതായത് ക്രിസ്തുവിൻ്റെ ഭോഷത്വം സ്വീകരിച്ച ശിഷ്യന്മാർ ഭോഷരായി തന്നെ ലോകത്ത് ജീവിച്ചതുകൊണ്ടാണ് സുവിശേഷ വേല ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഈ തോമാശ്ലീഹായോ പത്രോശ്ലീഹായോ ഇവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ യേശുവിനെ പോലെയായി വിവിധ രാജ്യങ്ങളിൽ പോയി വചനം പ്രഘോഷിക്കാനായി സഹനങ്ങൾ സഹിച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെട്ട് യേശുവിനെ പോലെ ക്രൂശിക്ക് വേണ്ടി പോവാൻ, പീഡിപ്പിക്കപ്പെടുവാൻ, അഥവാ സ്വയം ജീവൻ പരിത്യാഗം ചെയ്യുവാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. ശുദ്ധ മണ്ടത്തരം. ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതെ, പോളണ്ടിലെ ധ്യാനത്തിന് ഏകദേശം 8000 പേരുണ്ടായിരുന്നു. ഞാൻ ഈ രോഗം കഴിഞ്ഞ് ആദ്യമായിട്ട് നടത്തിയ ഒരു ധ്യാനത്തിന്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻ്റല്ല, അവിടെ പോളണ്ടിലെ പഴയ പ്രസിഡൻറ്റും ഭാര്യയും ഒരു ദിവസം കൂടാൻ വന്നു മനുഷ്യരെ കാണിക്കാൻ. എനിക്കൊരു വിശ്വാസമില്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, എങ്കിലും വോട്ട് കിട്ടണ്ടേ. അതുകൊണ്ട് അത് ഫ്രണ്ടിൽ പ്രത്യേകമായിട്ട് സീറ്റുകളാണ്ടായിരുന്നു. എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് പ്രസിഡൻറ്റും ഭാര്യയും കൂടെ എൻ്റെ മുറിയിൽ വന്നു. അപ്പോൾ പറഞ്ഞത്, അച്ഛാ, എന്തിനാ ഈ മണ്ടത്തരം കാണിക്കുന്നത്? ഈ വേദനയെല്ലാം സഹിച്ച് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എത്ര അച്ഛന്മാർ നമുക്ക് ലോകത്തിലുള്ളത്, ആരോഗ്യമുള്ളവർ, അവരൊക്കെ പ്രസംഗിച്ചാൽ പോരെ, ഇപ്പം എന്തിനാ അച്ഛൻ ഇങ്ങനെ നടക്കുന്നത്? വളരെ സ്നേഹത്തോടെ പറഞ്ഞതാ. ഹല്ലേലൂയ. പക്ഷേ ദൈവിക വിഡ്ഢിത്വത്തിൻ്റെ ഭോക്ഷ്യത്വത്തിൻ്റെ അർത്ഥം അവന് ഗ്രഹിക്കാൻ സാധിച്ചില്ല. കാരണം ആ ദൈവകൃപ അവനിലില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് 4 തവണ അദ്ദേഹത്തിന് സ്വകാര്യ കപ്പലിൽ കൊണ്ടുപോയി ധ്യാനിപ്പിക്കാതെ കുർബാന ജലിപ്പിച്ച് എൻ്റെ ധ്യാനം എല്ലാം വന്നുകൂടും. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഈ ഇന്ത്യക്കാരൻ അച്ഛൻ തളർന്നു പോയിട്ട് നടക്കുന്നതും ഏതെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയാണ് എന്ന്. അവനറിയാം വിഡ്ഢിയാണ്, ആ വിഡ്ഢിത്തം ദൈവിക വിഡ്ഢിത്തമാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പമ്പര വിഡ്ഢികളാണ് അച്ഛന്മാരും കന്യാസികളും ഒറ്റ നോട്ടത്തിൽ. നല്ലൊരു ഭാവി ഉണ്ടായിരുന്നവർ, നല്ല ആരോഗ്യമുണ്ടായിരുന്നവർ, ഇതെല്ലാം യേശുവിനെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ എത്രയോ അച്ഛന്മാർ പീഡിപ്പിക്കപ്പെടുന്നു, എത്രയോ മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു. മാനുഷികമായി പറഞ്ഞാൽ വിഡ്ഢിത്തരം. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തീയ ജീവിതം തന്നെ. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നു. എത്ര പേര് അങ്ങനെ പറയുന്ന മനസ്സൊരുകയാണെന്ന്. ഞാൻ യൂറോപ്പിൽ, എനിക്കറിയാം, എൻ്റെ ധ്യാനത്തിൽ കൂടുന്നവരെല്ലാവരും എന്നും പള്ളിയിൽ പോകും, നിർബന്ധമാണ്. രാവിലെയും വൈകിട്ടും കൊന്തേരണമെന്ന് ഞാൻ അവരെ പറഞ്ഞേൽപ്പിക്കും. എല്ലാവരും തുടങ്ങും. അവരൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ഉപദേശങ്ങളൊന്നും. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്നറിയാമോ? ശുദ്ധ മണ്ടന്മാർ. ആ മണ്ടനായ മാനുഷ്യരോഗിയായ മഞ്ഞാക്കലച്ചനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഇത് തുടരുകയാണോ എന്ന്. ഹല്ലേലൂയ. എന്നും പള്ളിയിൽ പോയി സമയം കളയേണ്ട ആവശ്യമുണ്ട്. എന്തിനു പറയുന്നു? ഞാനിപ്പോൾ പറയട്ടെ. സ്വിറ്റ്സർലൻഡിൽ ഞാനൊരു ധ്യാനം കൊടുത്തു, 500 പേര്. അപ്പോൾ ഒരു ഇടവകയിൽ തന്നെ 25 പേര് പങ്കുകൊണ്ടു. അത് വലിയൊരു സംഭവമായിരുന്നു അവിടെ, സാധാരണ അങ്ങനെ വരാറില്ല. ഈ 25 പേര് എന്നും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. വിചാരിച്ചും പിറ്റേ ഞായറാഴ്ച പറഞ്ഞ് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ ജോലിയില്ലാത്തതുകൊണ്ട് ജോലിയില്ലാതെ കിടക്കുന്ന ഒരു അച്ഛനാണ് മഞ്ഞാക്കലച്ചൻ. അവർക്കൊക്കെ 1 മണിക്കൂർ പ്രാർത്ഥിക്കാനും എന്നും പള്ളിപ്പാനൊക്കെ പറ്റും. നമ്മൾ പണി ചെയ്ത് പണം ഉണ്ടാക്കേണ്ടവരാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കുബേരമായ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്, നമുക്കറിയാം പറയാൻ. അതുകൊണ്ട് നിങ്ങളുടെ സമയം പ്രാർത്ഥനയ്ക്കും പള്ളി പോക്കിലും നല്ല. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ മതി, അത് ശനിയാഴ്ച പറ്റത്തെ കുർബാനയ്ക്ക് കൂടിയാൽ മതി. ആ ഭോഷനായ ആ ഇന്ത്യക്കാരൻ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കരുത്. ആ 25 പേർക്കും ദുഃഖമായിട്ട്
അവർ 25 പേരും ഒന്നിച്ച് എന്നെ കാണാനായിട്ട് മ്യൂണിക്കിൽ വന്നു. അച്ഛാ എന്താ അച്ഛൻ ഞങ്ങളുടെ വികാരിച്ചൻ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വികാരിച്ചതിന് വേണ്ടി കുത്തിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം വൈദികര് പോലും ആത്മാവിന്റെ അഭിഷേകവും ശക്തിയും ഇല്ലാത്തതുകൊണ്ട് ചിന്തിക്കുന്നത് ഇപ്രകാരം: എന്തൊരു പോഷത്തരം, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, എന്നും പള്ളിയിൽ പോകുന്നത്, ആരാധനയ്ക്ക് പോകുന്നത്, ദശാംശം കൊടുക്കുന്നത്, എന്തൊരു മണ്ടത്തരം ഇത്. ദൈവികമാണ്, എൻ്റെ രക്ഷയ്ക്കാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. ഹല്ലേലൂയ. എൻ്റെ ഈ 43 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ ഓർത്തില്ല മണ്ടത്തരം പറ്റില്ലോ എന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, എന്നെപ്പോലെ ഒരു വൈദികൻ തിരസ്കരണ അനുഭവങ്ങളുടെ ഒരിക്കലും പക്ഷെ കടന്നു പോയിട്ടില്ലായിരിക്കും. ആ തിരസ്കരണ അനുഭവങ്ങളിൽ പോലും ഒരു നിമിഷം ഞാൻ ഓർത്ത് ദൈവമേ അച്ഛനാകണ്ടായിരുന്നു. ആത്മാർത്ഥമായി ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു ചിന്ത പോലും അങ്ങനെ വന്നിട്ടില്ല ഒരിക്കലും. കാരണം കർത്താവിന് മണ്ടത്തരം ഒരിക്കലും പറ്റില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ മണ്ടത്തരങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കുവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ അധ്യായം 1:18 നമ്മൾ വായിക്കുന്നത്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കുമാണ് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും. വിജ്ഞാനികളെവിടെ? നിയമജ്ഞനെവിടെ? ഈ യുഗത്തിന്റെ താർക്കികനെവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അതേ ലോകത്തിന്റെ വിജ്ഞാനത്തിലിരിക്കുന്നവർ ദൈവിക ജ്ഞാനം മനസ്സിലാക്കുന്നില്ലാത്തത് കൊണ്ട് ദൈവിക പോഷത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മൾ സത്യത്തിൽ ഈ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടാണോ ധ്യാനിച്ച് ഈ ക്രിസ്മസിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? അത് ജീവിതത്തിൽ അല്പമെങ്കിലും സാംശീകരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? സഹോദരി, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകസൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അധ്യായം 5, 26, 27 വചനങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും എന്നെ തന്നെ ഓർക്കാറുണ്ട്. ഞാൻ വെറുതെ കണ്ണീരൊഴുക്കാറുണ്ട് എൻ്റെ ജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ. ഒരു പേടിത്തൊണ്ടനായിരുന്നു. സ്കൂളിലായിരുന്നപ്പോഴോ അച്ഛനായി കഴിഞ്ഞിട്ടോ നാടുകളുടെ മുമ്പിൽ ഒരു പ്രസംഗം പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു. ലജ്ജ ഉണ്ടായിരുന്നു, സഭാകമ്പം ഉണ്ടായിരുന്നു, അപകർഷാപരം ഉണ്ടായിരുന്നു. അച്ഛനായിട്ട് പുത്തൻ കുർബാന കഴിഞ്ഞുള്ള 1-ാം പ്രസംഗത്തിന് പ്രിയ സഹോദരരെ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് നിൽക്കുക അല്ലാതെ പ്രിയ സഹോദരി എന്ന് പറഞ്ഞ ആ വചനം വാക്ക് പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. വിറച്ചുപോയി. വികാരിച്ചു കൊണ്ട് പറഞ്ഞ് പ്രസംഗിച്ചോ മതി കുർബാന തുടരാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായിരുന്നു എൻ്റെ കന്നിപ്രസംഗം. ഞാൻ കരിസ്മാറ്റിക് ആയിക്കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന് നിറവ് കഴിഞ്ഞ് എനിക്ക് വചനം പ്രഘോഷിക്കാൻ പോകണമെന്ന് എൻ്റെ പ്രൊവിൻഷ്യാലച്ഛനോട് പറഞ്ഞപ്പോൾ ഫാദർ സക്കറിയാസ് മണ്ണ് കുശുബേൽ അച്ഛൻ, നിങ്ങൾ പലരും അറിയുന്ന അതേകൂടെ ഉണ്ടായിരുന്നതാണ്. അവിടെ ഒരു പ്രസംഗം പറയാനായിട്ട് വരയ്ക്കുന്ന താനാണ് അവിടെ പ്രസംഗിക്കാനായിട്ട് അധ്യാനിപ്പിക്കാൻ പോകുന്നത്. എന്നോട് ചോദിച്ചു അതാണ്. ഞാൻ പറഞ്ഞില്ല, കർത്താവിൻ്റെ കൃപ. താന് സെമിനാരിയിലെ നല്ല ഉദ്യോഗം എന്ന് പറഞ്ഞാൽ നല്ല ശാപ്പാടുണ്ടായിരുന്നു, നല്ല മുറി ഉണ്ടായിരുന്നു, പ്രൈസ്തലോ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. സെമിനാരിലെ പ്രൊഫസർ എന്ന് പറയുന്നത് നല്ല ഉദ്യോഗമാണ്. ഇതായിരുന്നു ചെറുപ്പം മുതൽ ഞാൻ ആഗ്രഹിച്ച വൈദിക ജീവിതവും. അതായത് നല്ല സെക്യൂറായിട്ടുള്ള സുഖപ്രദമായ ഒരു പട്ടസുഖം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാൻ ചെറുപ്പത്തിലെ ദാരിദ്ര്യമൊക്കെ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കാം എൻ്റെ അന്തരാത്മാവ് ഒരു സുഖജീവിതം ആരംഭിച്ചത്. ഹല്ലേലൂയ. അപ്പം ഞാൻ അച്ഛനാകുന്നതായിരിക്കും നല്ല സുഖജീവിതം. ആ പട്ടസുഖവും നമ്മൾ പറയാറുണ്ട് ഇല്ലേ? ഇതായിരുന്നു എൻ്റെ മനസ്സിൽ പ്രിയമുള്ളവർ. അപ്പോൾ സെമിനാറിൽ പ്രൊഫസറാക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പട്ടസുഖം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ആ പട്ടസുഖത്തിൽ 4 മാസമേ നിലനിർത്തിയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണ് കർത്താവിനെ തല്ലി തകർത്തത്. രോഗിയായിട്ട് കാരിത്താസിൽ അഡ്മിറ്റഡായും അവിടെ വെച്ചൊരു പുതുക്രിസ്ത്യാനെ പ്രാർത്ഥിച്ചതും എനിക്ക് സൗഖ്യം കിട്ടിയതും ഞാൻ ഒരു വചനപ്രഘോഷകനായി മാറിയതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ ആന്തരിക സൗഖ്യം ആത്മാവിലൂടെ ആ സമയത്ത് നേടിയെടുത്തപ്പോൾ
പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകൂ പ്രസംഗിക്കൂ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രസംഗിച്ചില്ലാത്ത എന്നോട് ഇത് പരിശുദ്ധാത്മാവാണോ പറഞ്ഞ് പോകാൻ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടുമില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ നിന്റെ അധരത്തിലുണ്ടായിരിക്കും, നിന്റെ കൈകളിലും ഉണ്ടായിരിക്കും, പോകൂ പ്രസംഗിക്കൂ, കരങ്ങൾ വെച്ചു. എന്നിട്ടും ഞാൻ പറഞ്ഞു, കർത്താവ് പറ്റില്ല. അപ്പം ഞാൻ മനസ്സോർത്ത് എന്താണ്, ഈ കൈയും അടിച്ച് കൈയും പൊക്കി കോപ്രാഞ്ചും കാണിച്ച് നാട് പോയി നടക്കാനൊരു പട്ടിയെ പോലെ ഞാനില്ല. നാണം കെട്ട പരിപാടി. പ്രൊഫസറായിട്ടുള്ളതാണെങ്കിൽ നല്ലൊരു ഉദ്യോഗം, പ്രൈസ്തലോ, സെക്യൂറാണ്, ഉറപ്പുള്ള ഒരു ഇതിട്ടേച്ച് പോകാനോ ഇല്ല. എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, ആ ഒറ്റ വാക്കിന് 1000 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ വാക്കിനടിയിൽ വീണുപോയി. I fell under that word. Go, പോകൂ. ഇതാ കർത്താവ് എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ അഭിഷേകമാണ് ഈ നിമിഷം വരെ എന്നെ കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ. അത് എന്തൊരു അഭിഷേകമായിരുന്നു എന്ന് എനിക്ക് പറയാനാവുന്നതല്ല. ഞാൻ എപ്പോൾ എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, ഈ ലോകത്തിലെ ഭദ്രത വെടിയാൻ തയ്യാറായോ അപ്പോൾ ആ അഭിഷേകം വന്നു. അതായത് വലിയ നയാഗ്ര വെള്ളച്ചാട്ടത്തിനടിയിൽ നിൽക്കുന്ന അനുഭവം. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒഴുകി. പ്രിയമുള്ളവരെ, ഞാൻ എഴുന്നേറ്റു. കിഡ്നിയുടെ രോഗമായി നടക്കാൻ വരായിരുന്ന ഞാൻ നടക്കാൻ പോയി 1 മണിക്കൂർ. കാറ്റാസിലെ സിസ്റ്റേഴ്സൊക്കെ നോക്കിയിരുന്നു, എന്ത് പറ്റിയെന്ന്. വന്നു കഴിഞ്ഞപ്പോഴേ കുളിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ കുർബാന ചെല്ലണം, ചാപ്പലിൽ കുർബാന ചൊല്ലി പ്രസംഗിച്ചു. അന്നത്തെ സുവിശേഷ ഭാഗം സക്കയൂസിനെ പറ്റിയായിരുന്നു. മനോഹരമായിട്ട് 18 മിനിറ്റ് മുഖത്ത് നോക്കി പ്രസംഗിച്ചു ആദ്യമായിട്ട് ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ബോധ്യമായ കർത്താവ് പ്രസംഗിക്കാനായിട്ട് എന്നെ അയക്കുകയാണ്. അതിന് മുമ്പ് കാലത്ത് വല്ലതൊക്കെ പറയാൻ നോക്കിയാലും കണ്ണടച്ചേ പ്രസംഗിക്കുവാനുള്ളൂ. കന്യാസ്ത്രീകൾക്ക് പറഞ്ഞ ഭക്തനായ അച്ഛനാണ്, ആരെയും നോക്കാത്ത അച്ഛൻ. പേടികൊണ്ടാണ് കണ്ണടച്ചെന്ന് കന്യാസ്ത്രീകൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചില കോൺഫറൻസ് കൊടുക്കാനും ക്ലാസ് കൊടുക്കാനും പോകുമ്പോഴൊക്കെ ഞാൻ നോക്കുന്നത് ബൈബിളും അല്ലെങ്കിൽ പുസ്തകത്തിലും കണ്ണു അടച്ചുകൊണ്ടാണ് പറയുന്നത്. ഓർത്ത ഭക്തനായ അച്ഛൻ, കണ്ണു തുറക്കുന്ന അച്ഛൻ ഭക്തനല്ല. ഹല്ലേലൂയ. അതെ, ഞാൻ ഒരു പിതാവിനെ പറ്റി, മെത്രാനെ പറ്റി, ഒരു കന്യാസിനെ വെച്ചാൽ ആ അച്ഛ മെത്രാൻ ഒറ്റ പെണ്ണുങ്ങളെ നോക്കാത്ത ആളാണ്. പേടിച്ചിട്ടാ നോക്കാത്ത. പുണ്യാളത്വമൊന്നും അല്ല. പ്രിയമുള്ളവരെ, ലോക സൃഷ്ടികളെല്ലാം നോക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, സൃഷ്ടിച്ചവരെല്ലാം നല്ലവരാണ്. ഹല്ലേലൂയ. ആണായാലും പെണ്ണായാലും കുട്ടിയായാലുമല്ല ദൈവത്തെ സ്തുതിക്കാൻ അവരെ നോക്കിക്കൊണ്ട് കണ്ണടച്ചല്ല ഭക്തി. ഹല്ലേലൂയ. ഞാൻ കണ്ണടയ്ക്കുന്നതിനെ പറ്റി കുറ്റം പറയാമെന്ന് വിചാരിക്കാതെ ഒരു മഞ്ഞാക്കാലത്തിന് തെറ്റിദ്ധരിക്കാറുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് കണ്ണ് തുറന്ന് അവിടെ ഉണ്ടായിരുന്നതോട് പ്രസംഗിച്ചു. നമ്മുടെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രൊഫഷനോട് പോയി പറയുന്നത്. അത് കഴിഞ്ഞ് കൊർണേലിയസ് പിതാവിനോട് പോയി പറയുന്നതല്ല. അവർക്കെല്ലാം അതിശയമായിരുന്നു. പ്രിയമുള്ള, അതിലേക്ക് പറയുന്നില്ല, സാക്ഷ്യം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ പോഷത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ചെറിയവരായി തീരുമാനമെടുക്കുമ്പോൾ, നമ്മുടെ കംഫർട്ട് സോൺ, അതായത് സുഖമായിട്ടിരിക്കുന്ന കസേര കളയാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം നിറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ 30-ാം വയസ്സിൽ അതുവരെ സുഖമായിട്ട് വീട്ടിലൊക്കെ ജീവിച്ചു. അമ്മച്ചിയുടെ നല്ല കറിയും ആഹാരവും എല്ലാം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച യേശു പരിശുദ്ധാത്മാവിൽ ആ ജ്യോതിനാനക്കരയിൽ വെച്ച് അഭിഷേകം കിട്ടിയപ്പോൾ ഇറങ്ങി തിരിച്ചു വചനം പ്രഘോഷിച്ചുകൊണ്ട് ഒരു തെണ്ടിയെപ്പോലെ. ഹല്ലേലൂയ. ഇത് ധാരാളം തെണ്ടികൾ യേശുവിനെ പറ്റിയുണ്ട്, യേശുവിനെ പ്രതിയുണ്ട്. വൈദികരെ, കന്യാസികളെ, അൽമേനികളൊക്കെ ധാരാളം പേർ. മനുഷ്യൻ ചോദിക്കും, മണ്ടത്തരം. നല്ല ജോലി ഇട്ടേച്ച് പ്രസംഗിക്കാൻ പോയിരിക്കുന്നു, സൂഹിക്കാൻ പോയതാണ്. അവരെപ്പറ്റി വിമർശിക്കും. നമ്മൾ മലയാളികൾ വിമർശിക്കാത്ത എന്താണല്ലേ? സ്വർഗം താഴേക്ക് വന്നാലും വിമർശിക്കും. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിമർശിക്കാൻ കർത്താവ് പ്രത്യേക കർമ്മ നൽകിയിരിക്കുക. അത് നമ്മുടെ കാര്യത്തിലൊന്നാണ്. എല്ലാത്തിനും തൊട്ടിനും എല്ലാം വിമർശിക്കുക. ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാനോ ദൈവത്തിൻ്റെ ശക്തി കാണാനോ നമുക്ക് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കർത്താവിൻ്റെ ആ വിഡിത്തം എപ്രകാരം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വിജ്ഞാനികളായി തീരാമെന്ന് പുൽക്കൂട്ടി നോക്കിക്കൊണ്ട് ചിന്തിക്കാം. ഹല്ലേലൂയ. 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 കർത്താവ് ഈ വിഡിത്തം
വളരെ വ്യക്തമായി എനിക്ക് എപ്പോഴും വെളിപ്പെടുത്തും. എനിക്കറിയത്തില്ല എങ്കിൽ ദിവസം രാത്രിയിൽ 2 മണിക്കൂർ കഷ്ടിച്ച് ഉറക്കമുള്ളൂ. കാരണം വേദന കൊണ്ട്. ഈ വേദനയുടെ നിമിഷത്തിലെല്ലാം കർത്താവ് കാണിച്ചു തരുന്ന ലോകത്തിലെ പാപികളെയാണ്. ശുദ്ധീരത്തിൽ കിടക്കുന്ന, ശുദ്ധീര സ്ഥലത്ത് കിടക്കുന്ന, വേദന അനുഭവിക്കുന്നവരാണ്. ഇവരെല്ലാവരും ഞാൻ പേറിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കും, കർത്താവിനോട് പ്രാർത്ഥിക്കും. എൻ്റെ ശുശ്രൂഷ, ആധ്യാത്മിക ശുശ്രൂഷ രാത്രി കാലങ്ങളിൽ ചെയ്യും. പ്രിയമുള്ളവരെ, ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ വൈദികരോടൊക്കെ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് അച്ഛന് മാനസികമായിട്ട് എന്തോ കുഴപ്പമാണ്. ഹല്ലേലൂയ. കാരണം ഈ തളർന്ന് കിടന്ന എൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് ദൈവിക ജ്ഞാനം മനസ്സിലാക്കുവാൻ ഇന്ന് ബുദ്ധിമാന്മാർക്ക് സാധിക്കില്ല. വൈദികർ പലരും ഇന്ന് ബുദ്ധിമാന്മാരാണ്. ക്രൈസ്തവ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പിന്നെ എക്സ്ട്രാ ആയിട്ട് 4 കൊല്ലമൊക്കെ പോയി ഡിഗ്രി യൂണിവേഴ്സിറ്റിയിലൊക്കെ എടുത്ത് അവർ ബുദ്ധിയുള്ളവരാണ്. ക്രൈസ്തവ അതെ, ഇന്ന് പല ആളുകളും ആ ബുദ്ധി രംഗത്തേക്ക് കടന്നിരിക്കണം. അതെ, ലൗകിക വിജ്ഞാനികൾക്ക് ദൈവിക വിജ്ഞാനം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമുക്ക് പുൽക്കൂട്ടി നോക്കിക്കൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ ദൈവിക വിഡിത്തം ദൈവിക വിജ്ഞാനമായി മാറുന്നുവെന്ന്. ഹല്ലേലൂയ. എൻ്റെ രണ്ടാമത്തെ ധ്യാന ചിന്ത ഇതായിരുന്നു ആ പുൽക്കൂട്ടി നോക്കിയപ്പോൾ. അതായത് കർത്താവ് ദൈവത്തിൻ്റെ ദൈവിക സ്വാർത്ഥത. ഹല്ലേലൂയ. ദൈവിക സ്വാർത്ഥത. നമ്മൾ പറയുന്നത് സ്വാർത്ഥത പാടില്ലെന്നാണ്. എന്നാൽ പുൽക്കൂട്ടിലെ ഉണ്ണിയെ നോക്കുമ്പോൾ, മരക്കുരിശിലെ ഈശോയെ കാണുമ്പോൾ ഞാൻ കാണുന്നത് സ്വാർത്ഥനായ യേശുവിനെയാണ്. എന്താണ് ആ സ്വാർത്ഥത? അല്പം ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അത് തൻ്റെ ഛായയിൽ, തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വന്തമാകാൻ. അതിനുശേഷം സകല സൃഷ്ടിചരാചരങ്ങളെയും അവന് ഫലമേൽപ്പിച്ചു. അതെ, എന്നിട്ട് ഒരു കൽപ്പന കൊടുത്തു. എന്ത്? ചില ഫലം പറിക്കുക, തിന്നരുത് എന്ന്. ആപ്പിളോ മാങ്ങ എന്തുമായിട്ട്. പിന്നെ മാങ്ങ മോശമായിട്ടോ ആപ്പിൾ മോശമായിട്ടോ എന്നാൽ പിന്നെ ഒരു നിയമം കൊടുത്തു, നിയമം പാലിക്കാനായിട്ട്. എന്തുകൊണ്ട്? നിയമം പാലിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ. അപ്പോൾ ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവത്തെ സ്നേഹിക്കുവാൻ. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ വേദപാഠത്തിൽ. അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് സേവനം ചെയ്ത് അവസാനം സ്വർഗരാജ്യത്തിൽ പോകാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്ന്. ഇല്ല, അങ്ങനെ അങ്ങനെ ഓർക്കുന്നല്ല നിർവചനം, ചെറുപ്പത്തിൽ വേദപാഠത്തിൽ പഠിച്ചാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യൻ തന്നെ സ്നേഹിക്കണം. വേറെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം മനുഷ്യനാണ്, പക്ഷെ മനുഷ്യൻ എൻ്റെതാണ്. ഹല്ലേലൂയ. ഇതായിരുന്നു ദൈവത്തിൻ്റെ സ്വാർത്ഥത. ഹല്ലേലൂയ. അതായത് മനുഷ്യൻ ദൈവത്തിൻ്റെതായിരിക്കുക, ദൈവത്തിൻ്റെ മകനോ മകളോ ആയിരിക്കുക, ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുക. ഇതായിരുന്നു അവിടുത്തെ സ്വാർത്ഥത, ദൈവിക സ്വാർത്ഥത. ഇനി ആ മനുഷ്യന്റെ എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടു. പാപം മൂഴി. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് ലേഖനം അധ്യായം 3:23. പാപം മൂഴി നമ്മുടെ എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടു. അവിടുന്ന് വീണ്ടെടുക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ മുമ്പേ വായിച്ച ആ ബൈബിൾ ഭാഗങ്ങൾ. ഭൂമിയിലെ ദുഷ്ടത കണ്ടു, ഹൃദയം ദുഃഖിച്ചു. അപ്പം കർത്താവ് വേണമെങ്കിൽ മാലാഖമാരെ ശിക്ഷിച്ചതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കാമായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. നമുക്ക് മനുഷ്യൻ ചെയ്ത തെറ്റും മാലാഖ ചെയ്ത തെറ്റും ഒന്നു തന്നെയാണ്. എന്നാണ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്, അല്ലേ? എങ്കിൽ മാലാഖമാർ അനുസരണക്കേട് കാണിച്ചപ്പോഴേ എന്തുണ്ടാക്കി? നരകമുണ്ടാക്കി അങ്ങോട്ട് വിട്ടു. നമ്മളത് വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 9 മുതൽ വചനങ്ങളിൽ. നരകം തന്നെ സൃഷ്ടിച്ച് അതിനു വേണ്ടിയിട്ടാണ്. ഏത്? ഈ അനുസരണക്കേട് കിട്ടവരെ അങ്ങോട്ട് വിടാനായിട്ട്. ഹല്ലേലൂയ. വേണമെങ്കിൽ വേറെ ഒരു നരകം കൂടെ സൃഷ്ടിച്ചിട്ട് ഈ മനുഷ്യത്തെ വിട്ടിച്ച് വേറൊരു കൂട്ടരെ സൃഷ്ടിക്കാമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അവനത് ചെയ്തില്ല. ആര്? വളരെ ഉന്നതത്തിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അത് എപ്പോഴും ഉച്ചത്തിലും പ്രഘോഷിക്കുന്ന മാലാഖമാർ ഒന്ന് വീണുപോയപ്പോഴേ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൽ അവരെ നരകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ അതേ പാപം, ഒരു അതിനും കൂടി പാപം ചെയ്തിട്ടും അവനെ നിത്യശിക്ഷയ്ക്ക് കൈവിടാൻ അവിടുന്ന് തയ്യാറായില്ല. കാരണം അവൻ അവൻ്റെതാണ്. ഹല്ലേലൂയ. അവൾ അവൻ്റെതാണ്.
ഹല്ലേലൂയ. എൻ്റെ പാവയാ, ഞാൻ പറഞ്ഞാൽ ആ ഭാഷ, എൻ്റെ പാവ, എൻ്റെ കരവേല, അവൻ എന്നെ സ്നേഹിക്കണം, അവനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, അവനെ എന്നെ സ്വന്തമാക്കണം, ദൈവിക ജനതയാക്കണം. ഞാൻ അവനെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന അവിടെ അവനെ കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, പറഞ്ഞില്ലേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 24, പിതാവേ എന്നിൽ വിശ്വസിക്കുന്നവർ ഞാനായിരിക്കുന്നിടത്തായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നെയും എന്നെയും ഇരുത്തുവാനുള്ള ആഗ്രഹവും പദ്ധതിയുമാണ് അവിടുത്തെ മനുഷ്യൻ. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതെ തൻ്റെ മനുഷ്യനെപ്പോലുള്ള പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. തൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അവിടുത്തോടുകൂടി ആയിരിക്കുക, എപ്പോഴും അവിടുത്തോടുകൂടി അവൻ്റേത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവിക സ്വാർത്ഥത. ഞാൻ പറയും, ആ ദൈവം മനുഷ്യനായി പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടാണ്, മനുഷ്യനെ അവനെ സ്വന്തമാക്കാൻ. ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം നമ്മൾ കാണുന്നത്. അതുകൊണ്ടല്ല നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3:16, അതെ, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതിനെ തുടർന്ന് പറയുന്നത് എന്താണ്? അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും നഷ്ടമാകാതിരിക്കുവാൻ. ഹല്ലേലൂയ. അതെ, നമുക്ക് അവിടുത്തെ സ്വന്തമാക്കാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി, അവിടുന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇവിടെ നമ്മൾ ഒത്തിരി ധ്യാനിക്കേണ്ടതുണ്ട്. അതെ, ദൈവത്തിൻ്റെ അതെ ഈ ദൈവികമായ സ്വാർത്ഥത, ദൈവിക സ്വാർത്ഥത, ദൈവം നമ്മളെ സ്വന്തമാക്കാനുള്ള ആ വെമ്പൽക്കൊള്ളലാണ് തൻ്റെ അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത്. ചോര ചിന്തിപ്പോലും രക്ഷിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ സ്വാർത്ഥ സ്നേഹവും ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റുള്ള കുരാശകളിലൂടെയും സ്വയം നമുക്ക് നൽകിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരിക്കലും ചിന്തിക്കാൻ. ഞാൻ ഓർക്കുന്ന 1971 നിങ്ങൾ എൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളൂ, ഞാനങ്ങ് ആവർത്തിക്കുക, എൻ്റെ തലയിൽ കിടക്കുന്നതല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതായത് അന്ന് ഞാൻ ചമ്മാച്ചനാണ്. ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിൽ 2ാം കൊല്ലം ദൈവശാസ്ത്രം പഠിക്കുന്ന കാലം. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. ധാരാളം പാകിസ്ഥാനികൾ, പൂർവ്വ പാകിസ്ഥാനിലെ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നു. അപ്പോൾ ധാരാളം കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെ സെമിനാറുകളിൽ നിന്നും ഇടവകളിൽ നിന്നൊക്കെ പോയി സേവനത്തിനായിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഏറ്റവും വലിയ ക്യാമ്പ് മദർ തെരേസയുടെ സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന ക്യാമ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ സെമിനാറിൽ നിന്ന് ആരെയും വിട്ടില്ല. അപ്പം ഞാൻ ഒരു മാഷന്മാരെ സംഘടിപ്പിച്ചിട്ട് ചെറിയ സമരം ചെയ്തു ഇലക്ട്രച്ചനോട്, ഞങ്ങളെയും വിടണം എന്ന് പറഞ്ഞു. ഒരു അച്ഛൻ സമ്മതിച്ചു 10 പേരെ വിടാനായിട്ട്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഡിസംബർ 23-ാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത്. പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്ര പറഞ്ഞ ഇലക്ട്രച്ചൻ പറഞ്ഞു, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ഡിസംബർ 16-നായിരുന്നു ആ യുദ്ധം തീർന്നത് എന്ന്. പ്രിയമുള്ളവരെ, അവിടെ ക്യാമ്പിൽ ചെന്നപ്പോൾ 10,000-കണക്കിന് പാവങ്ങൾ. അപ്പം രാവിലെ പോയി വൈകിട്ട് വരെ കഠിനാധ്വാനം, ഉറക്കവേ ഇല്ലായിരുന്നു. അവർക്ക് ആഹാരം ഉണ്ടാക്കുക, ലൈൻ നിർത്തുക, എല്ലാം കഴിഞ്ഞ് ഒരു കപ്പുച്ചിൻ അച്ഛൻ ഉണ്ടായിരുന്നു. കുർബാനയെല്ലാമാണ് ഞങ്ങൾക്ക്. ഏതാനും 16 പേരെ കത്തോലിക്കലായിട്ട് ഞങ്ങളുണ്ടായിരുന്നുള്ളൂ. അതിൽ ഞങ്ങൾ 10 പേര് സെമിനാരിക്കാർ, പിന്നെ 3-4 കന്യാസികൾ, 2 നേഴ്സുമാരെ ഉണ്ടായിരുന്നു കത്തോലിക്കൻ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കപ്പുച്ചച്ചും കുർബാന ചെയ്തുമായിരുന്നു. അപ്പോൾ ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ക്രിസ്മസ് ചിലപ്പം അച്ഛൻ പറഞ്ഞാൽ നമുക്ക് ഇവർക്കെല്ലാം കേക്ക് കൊടുക്കാൻ ഉള്ള കാശില്ല, നമുക്ക് രസഗുള ഉണ്ടാക്കാം. നമുക്കറിയാം, ഈ രസഗുള എന്ന് പറഞ്ഞാൽ ഒരുതരം മധുരമുള്ള ഒരു നെല്ലിക്ക പോലെ വലുപ്പത്തിൽ ഇങ്ങനെ ഈ ഗോതമ്പിൻ്റെ ചുരുട്ടിയിട്ട് ഇതിനകത്ത് പഞ്ചസാരയെ വിളയിക്കുന്നതാണ്. അത് അവിടുത്തെ ബംഗാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുരപലഹാരമാണ് രസഗുള. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം പേരുണ്ട്. എല്ലാവർക്കും 2 വെച്ച് വേണം. അപ്പം 2 ലക്ഷം രസഗുള ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഉണ്ട ഉരുട്ടാനായിട്ട്. അപ്പോൾ രാത്രിയും പകലും ഇങ്ങനെ ഉരുവാൻ ഞങ്ങൾ ഏകദേശം 2 ലക്ഷത്തോളം ഉണ്ടയെല്ലാം ഉണ്ടാക്കി. അപ്പോൾ പണിക്കാരുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പം ക്രിസ്മസിനെ പ്രത്യേകം കൂടുന്ന ഉണ്ടാക്കാനുള്ള സമയമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ കുറേ വള്ളിയെല്ലാം കൂടെ ഉണ്ടാക്കി ഒരു ക്രിസ്മസിൻ്റെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങി. പെട്ടെന്ന് കാണുന്ന കാഴ്ച, ഞാനത് ഈ തവണത്തെ കരിശോധിയിൽ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. 4 പേര് ഒരു ഉന്തുവണ്ടിയിൽ ഒരു ബോംബ് പൊട്ടി നെഞ്ചു പൊട്ടി ഒരു മനുഷ്യനെ കൊണ്ട് വന്നിരിക്കുന്നു. അപ്പം മെഡിക്കൽ കെയർ വേണം അവർക്ക്. അപ്പം ഞങ്ങളുടേത് ഒരു ചെറിയ മെഡിക്കൽ ക്യാമ്പേ ഉള്ളൂ. വലിയ ആശുപത്രി റൈഗാഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വേണം പോകാൻ. ഞങ്ങൾ കാണുന്ന അതായത് ഈ കൈബോംബ് പൊട്ടിയതാണ്.
എന്നിട്ട് ഞെഞ്ചു പൊട്ടി. അപ്പോൾ ഇവനിങ്ങനെ ചോരയെ കുളിച്ച് കിടക്കുന്നതാണ് അത് ഓർമ്മയിരിക്കുന്നത്. അപ്പോൾ നഴ്സുമാർ വന്ന് നോക്കി, ഞങ്ങളോട് ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു കൊണ്ടുപോകണം, മെയിൻ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ആംബുലൻസിൽ ഉടനെ കൊണ്ടുപോകണം എന്ന ഇടപാട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ആ ആശുപത്രിയിലേക്ക് വിടണമെങ്കിൽ ഈ രോഗിയെ കൊണ്ടുവന്നവരുടെ പേരും വിവരം എല്ലാം രജിസ്റ്റർ ചെയ്യണം. അതിന് നോക്കിയപ്പോൾ ഈ 4 പേരെയും കാണുന്നില്ല ഭർത്താവ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഗാർഡിന് ഓർഡർ കൊടുത്തു അവരെ പിടിച്ചുകൊണ്ടിരാൻ. ഇപ്പോൾ ഒരു തീർച്ചയായി പായുകയാണ്. അവരെ പിടിച്ചുകൊണ്ട് നിന്നപ്പം കിടുകിടാ പറിച്ചുകൊണ്ട് പറയാണ്, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ പോലീസിന് ഒട്ട് കൊടുക്കരുത്. അതെന്താ കാര്യം? ഈ ബോംബ് വെച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിമാണ്. ഹൈന്ദവർ പാടത്തിൽ കൊയ്യാൻ പോകുന്ന സ്ഥലത്ത് ബോംബ് വെച്ച് അവരെ കൊല്ലാനായിട്ട് കൈബോംബ് വെക്കുമ്പോഴാണ് പൊട്ടുന്നത്. ഈ 4 ഹൈന്ദവർ അത് പാടത്തിലൂടെ ചെല്ലുമ്പോൾ കാണുന്ന ബോംബ് പൊട്ടി കിടക്കുന്ന ഈ മനുഷ്യനെ, ബോംബ് എന്ന് പറഞ്ഞാൽ മൈൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൈൻ, സ്കൈ ബോംബ്, അതിൻ്റെ മലയാളം അതായിരിക്കും അല്ലേ, കൈ ബോംബ്. ഇവനെ ഉടനെ തന്നെ അത് കെട്ടിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവരാണ് ദാപത്തോടെ. ഇനിയും നിയമമില്ലായിരുന്നു, ഏതെങ്കിലും പാകിസ്ഥാൻകാർ ഏതെങ്കിലും ചാരപ്രവർത്തിയോ ഏതെങ്കിലും ഗൂഢപ്രവർത്തിയോ ചെയ്താൽ അവരെ ഒരു തരത്തിലും സഹകരിക്കാൻ പാടില്ലുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പാകിസ്ഥാൻകാരൻ ബോംബ് വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻകാരനെ രക്ഷിക്കാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഇവർ 4 പേരെയും ജയിലിലടയ്ക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ പറ്റി പോലീസിനോട് പറയരുത്, ഞങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഞാനപ്പോൾ ഓർത്തു പോയി, ഇതാണ് പരസ്നേഹം, ഇതാണ് കാരുണ്യ പ്രവൃത്തി. കരുണയെപ്പറ്റിയൊക്കെ നമ്മൾ പറയും, അതിന് മതമില്ല, റീത്തില്ല, അതിർത്തി വരമ്പില്ല, എല്ലാം കടന്ന് ജീവനെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഈ ക്രിസ്മസ് അവസരത്തിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരുങ്ങുന്നുണ്ട്. എത്രയോ പേരോട് വൈരാഗ്യം പോലും ക്ഷമിക്കാതെ കണ്ട് കുമ്പസാരിച്ച ഈ ദീപികാരനെ സ്വീകരിക്കാൻ പരിശ്രമിക്കും. എന്നിട്ട് പറയും നമ്മൾ ഒത്തിരി സ്നേഹമുള്ളവരാണ്. കർത്താവിൻ്റെ വലിയ കൽപ്പന എന്താണ്? പരസ്പരം സ്നേഹിക്കുക. അത് ലംഘിക്കുന്നതാണ് പ്രിയമുള്ളവർ ഏറ്റവും വലിയ പാപം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടെ കാഴ്ചകളിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു, എനിക്കറിയാമല്ലോ. ഒരു കാരണവർ നമ്മുടെ ക്രിസ്മസ് രാത്രിയിൽ തലേ ദിവസം കുമ്പസാരിക്കാൻ വന്നത്, ഭാര്യയോട് പിണങ്ങി, അമ്മായിയോട് പിണങ്ങി, ഭയങ്കര മദ്യപാനിയാകുന്ന വ്യക്തി വലിയ കുമ്പസാരം നടത്തി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച ഇത് കുമ്പസാരം കൊണ്ട് പാവം ക്ഷമിക്കുകയില്ല, ക്ഷമിക്കുന്നത് ഈ ഭാര്യയോടും അമ്മായിയോടും ക്ഷമിച്ചാലേ പറ്റും. അത് പറ്റിയല്ല, അച്ഛൻ പാപക്ഷമ അന്വേഷിച്ചാൽ മതി. ഹല്ലേലൂയ. ഇത് അച്ഛന് പാവം ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർത്താണ്, ഒരച്ഛനും ഭൂമിയിൽ പാവം ക്ഷമിക്കാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അച്ഛൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. വെറും ഒരു ഉപകരണം മാത്രം. ഒരു വൈദികനും പാപം ക്ഷമിക്കാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ പറ്റൂ. ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഞാൻ നിങ്ങളോടും ക്ഷമിക്കും. ഹല്ലേലൂയ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, പ്രിയ കത്തോലിക്ക, പ്രിയ ലത്തീൻ കത്തോലിക്ക, സുറിയാനി കത്തോലിക്ക, അഗ്നിക്കാളിലൂടെ ഇരിക്കുന്ന കത്തോലിക്കന്, നിങ്ങൾ എത്ര മതിലേക്കെടുത്ത കത്തോലിക്കനാണെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാതെ സംസാരിച്ചാൽ നിന്റെ പാവം ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. ഒരച്ഛൻ നിന്റെ പാവം ക്ഷമിച്ചു എന്ന് പറഞ്ഞ് കാണും, പക്ഷെ പാവം ക്ഷമിക്കപ്പെടുകയില്ല. കർത്താവായ ദൈവം സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് ഹൃദയാകാരങ്ങളിലേക്ക് നോക്കുന്ന കർത്താവ് നിന്റെ വൈരാഗ്യം, രോഷം, അകൽച്ച കാണുകയാണെങ്കിൽ നിന്റെ പാപം ക്ഷമിക്കില്ല. അതിനുശേഷം നീ ഒരു പക്ഷേ വലിയ സന്തോഷത്തോടെ കുർബാന സ്വീകരിക്കും, പക്ഷേ യേശു നിന്റെ ഹൃദയത്തിൽ വരില്ല, വരുന്നത് പിശാചായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നില്ലേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 27-ാം വചനം. യോഹന്നാൻ 13:27. അത് യൂദാസും കുർബാന സ്വീകരിച്ചു, പിശാച് അവൻ്റെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ. അത് എന്തായിരുന്നു? അത് യൂദാസിന്റെ തെറ്റ്. ആ നിമിഷത്തിൽ അവൻ യേശുവിനെ ഒറ്റുകൊടുത്തിരുന്നില്ല, ഒറ്റുകൊടുക്കാൻ ചിന്തിച്ചതേ ഉള്ളൂ. നമ്മൾ പറയുന്നത്, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ അനേകം പാപം ചെയ്തു പോയി. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരത്താലുള്ള പാപത്തെ നിസ്സാരമാക്കും. യേശുവിന്റെ വാക്ക് മറക്കരുതേ. കാമാസക്തിയോടെ ഒരാളെ നോക്കിയാൽ നീ അവനും അവളുമായി വ്യഭിചരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് എത്രയോ ജനങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അതിലെ ഫോണോഗ്രാഫി മണിക്കൂറുകളോളം നോക്കിക്കൊണ്ട്
അത് നടക്കുന്ന മൃഗീയമായ മ്ലേച്ഛതകൾ നോക്കിക്കൊണ്ട് വികാരത്തിലും വിചാരത്തിലും പാപം ചെയ്യുന്ന വൈദികരും കന്യാസികളും പോലുമുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും, അതെ, ഈ കമ്പ്യൂട്ടറിലൂടെ ഏറെ പേര് നരകത്തിലേക്കാണല്ലോ പോകുന്നത്. കൊച്ചുകുട്ടികൾ, യുവാക്കൾ പോലും മണിക്കൂറുകൾ മ്ലേച്ഛമായിട്ടത് ഉപയോഗിച്ച് സ്വയം ഭോഗം ചെയ്ത് അതെ ഹൃദയത്തിൽ അനേകം മ്ലേച്ഛപാപങ്ങൾ ചെയ്യുന്നു. അനേകം, ഞാൻ പറയും, വ്യഭിചാരം ചെയ്യുന്നു. എത്ര പേര് അനുഭവിച്ചുകൊണ്ട് കഥാവെ എന്റെ ചിന്തയിലൂടെ ഞാൻ വ്യഭിചാരം ചെയ്തു എന്ന് പറയും കുമ്പസാരത്തിൽ? ഇല്ല. ഞാൻ വ്യഭിചാരം ചെയ്യുന്നു പറയണമെങ്കിൽ ഞാനൊരു സ്ത്രീയുടെ കൂടെ പോയി ശഴിച്ചാലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തലയിൽ കിടക്കുന്നത്. യേശുവിന്റെ വചനമാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനം കടന്നു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതെ, നീ ഭോഗാസക്തിയോടെ നോക്കിയാൽ നീ പാപം ചെയ്തു കഴിഞ്ഞു, വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ വൈദികരുടെ ധ്യാനം കൊടുക്കുമ്പോൾ ഞാൻ പച്ചക്കെ പറയും, നമ്മളിൽ പലരും അച്ഛന്മാരെ വ്യഭിചാരികളാണ്, അനുദവിക്കണം. ചിലർ പറയും, ഓ അച്ഛൻ വലിയ വിശുദ്ധി പറയും. ഞാനും വ്യഭിചാരിയായിരുന്നു. അതെ, അതുകൊണ്ട് ഹൃദയത്തിലെ പാപങ്ങൾ ഓർത്ത് അനുദവിക്കണം. പല മലയാളി അത് ചിന്തിക്കുന്നില്ല. വാക്കിൽ മാത്രമല്ല പാപം, പ്രവൃത്തി മാത്രമല്ല പാപം. ഹൃദയത്തിലെ പാപങ്ങൾ ആയിരിക്കാം ശരീരത്തിലെ പാപങ്ങളെക്കാൾ വലുത്, ബാഹ്യമായതിനേക്കാൾ ചിലപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതെ, മൂലപ്ലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 2ാം ലോക മഹായുദ്ധം എവിടെ ആരംഭിച്ചു എന്ന്. ശരിയായ യുദ്ധം ഉത്തരം എന്താ? ജർമ്മനിയിൽ. അതാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാവരും ജർമ്മനിയിൽ നിന്ന് എഴുതി. പരീക്ഷയുടെ ഫലവുമുണ്ട്. ടീച്ചർ വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു കുട്ടി മാത്രമേ സത്യം എഴുതിയ ആൻസറുള്ളൂ, പക്ഷെ എനിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അവൻ എഴുതിയിരിക്കുന്നത് ഹിറ്റ്ലറിന്റെ മനസ്സിൽ എന്നാണ്. ഹല്ലേലൂയ. 2ാം ലോക മഹായുദ്ധം തുടങ്ങിയത് ഹിറ്റ്ലറിന്റെ മനസ്സിൽ. അപ്പോൾ അത് വായിച്ചേച്ച് ആ ടീച്ചർ പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നു, സീതാലക്ഷ്മി സാർ എന്നായിരുന്നു സാറത്തിയുടെ പേര്. അതെടുത്ത് പൊക്കി പിടിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരാളെ യഥാർത്ഥ സത്യ ആൻസർ പറഞ്ഞുള്ളൂ, പക്ഷെ എനിക്ക് മാർക്ക് തരാൻ പറ്റില്ല. ഇതാണ് സത്യം പ്രിയമുള്ളവരെ. അതെ, യുദ്ധം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്, വ്യഭിചാരം ഹൃദയത്തിലാണ്, കൊലപാതകം ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ഹൃദയപാപങ്ങൾക്ക് അതെ വലിയ പ്രത്യേകതയുണ്ട്. അവയെ ഓർത്ത് അനുതപിക്കണം. അതുപോലെ വൈരാഗ്യം, രോഷം, വിദ്വേഷം, ക്ഷമയില്ലായ്മ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ ജൂദാസ് സ്വീകരിച്ചതുപോലെ ആ ചിന്തകൾ വെടിയാതെ ചിന്തകളെ പിന്നെ അനുതപിക്കാൻ സ്വീകരിച്ചാൽ ഈശോ അല്ല വരുന്നത്. നമ്മുടെ വിഷയം കൈവച്ച ഈശോ സ്തോത്രം, ഈശോ സ്തോത്രം, ഈശോ അങ്ങനെ ഹൃദയത്തിൽ വന്ന് നന്ദി നന്ദി. പക്ഷെ അത് ഈശോ അല്ല, പിശാച. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ, നിന്റെ ഹൃദയം പാപരഹിതമല്ല എങ്കിൽ യേശുവിന് വരാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നിങ്ങൾക്കറിയാം മഹാത്മാഗാന്ധി പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ. 1000 പുൽക്കൂടുകളിൽ മണ്ണുണ്ടാക്കിയ ഉണ്ണീശോയുടെ രൂപങ്ങൾ വെച്ചാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പറഞ്ഞില്ല എങ്കിൽ നിനക്ക് ക്രിസ്മസ് ഇല്ല എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാൻ ഓർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് 76 എൻ്റെ ഓർമ്മ, ബാൻഡൽ എന്ന് പറയുന്ന കൽക്കട്ടയിലെ സ്ഥലത്ത് ഒരു ധ്യാനത്തിന് എന്നെ കൊണ്ടുപോയത്. ജുവനി യുവാക്കളുടെ ധ്യാനമായിരുന്നു. ബാൻഡൽ പള്ളി സ്വദേശിക്കാരുടെ ഒരു പള്ളിയാണ്. ആ ധ്യാനത്തിൽ അന്ന് ക്രിസ്മസിൻ്റെ ആഴ്ചയിലായിരുന്നു ധ്യാനം. ക്രിസ്മസ് കൊണ്ട് സമാപിക്കുകയായിരുന്നു. അപ്പോൾ 24-ാം തീയതി ക്രിസ്മസ് സന്ദേശം കൊടുത്തപ്പോൾ ഈ ഉദ്ധരണി ഞാൻ ഉദ്ധരിച്ചു. പ്രിയമുള്ളവരെ, ആദ്യം നമ്മുടെ നാട്ടിൽ നിന്നും ജോലി തേടി കൽക്കട്ടയ്ക്ക് പോയൊരു പെൺകുട്ടി ജോലി കിട്ടാതെ സ്വന്തം ചേട്ടൻ്റെ മകൻ്റെ കൂടെ താമസിച്ച് ഗർഭിണിയായി. അവിടുന്ന് ആ ആങ്ങള, നമ്മുടെ ഭാഷയിൽ ആങ്ങളയാണല്ലോ കസിൻ, കൊണ്ടുപോയി ഗർഭം അലസിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവിടെ ഒരു മാനസിക പോലെയായി. ഒടുവിൽ അവരുടെ ജീവിതം എവിടെയായിരുന്നു? ഒരു വ്യഭിചാരശാലയിൽ. മാസം തോറും വ്യഭിചാരയിൽ നിന്ന് കിട്ടിച്ചിരിക്കുന്ന പൈസ നാട്ടിലേക്ക് അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞു. ഇവൾ ഒന്നാന്തരം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കത്തോലിക്ക പെൺകുട്ടി. അവൾ ഈ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിക്കപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പറഞ്ഞില്ല എങ്കിൽ ക്രിസ്മസ് ഇല്ല എന്ന്. അവൾ പൊട്ടിക്കരഞ്ഞു. വ്യഭിചാരശാലയോട് യാത്ര പറഞ്ഞു. അവൾ പോയി കുമ്പസാരിച്ചു. ഞാൻ അറിയുന്നില്ല കേട്ടോ,
ഞാൻ പിറ്റേ ദിവസവും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. അതിനുശേഷം ആ പള്ളിയിൽ തന്നെ 4 വർഷം കഴിഞ്ഞ് ഞാൻ ഒരു ധ്യാനത്തിന് പോകുന്നു, ആന്തരിക സൗഖ്യ ധ്യാനത്തിനായിട്ട്. അധികം പേരൊന്നുമില്ലായിരുന്നു, 150 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ധ്യാനത്തിൽ ഈ മകളുണ്ടായിരുന്നു. അവിടെ വെച്ച് അവൾ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ കോരിത്തരിച്ചു. അത് കണ്ണീരോടുകൂടി അവൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, അച്ഛൻ എൻ്റെ ആധ്യാത്മിക പിതാവാണെന്നുകൊണ്ട് അച്ഛനെന്നെ അറിയേതെങ്കിലും ഞാൻ എന്നും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, ഞാനിന്ന് വിശുദ്ധിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു മഠത്തിൽ പോയി ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ പരിശ്രമിക്കാം. ഒരു 10-16 മഠങ്ങളിൽ ഞാൻ അഡ്മിഷൻ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇങ്ങനെ നടന്ന പെണ്ണെ ഞങ്ങൾക്ക് വേണ്ട. സത്യം പറയാതെ ഇറക്കാൻ പറ്റില്ല, കളിപ്പിച്ചു പറ്റിയില്ല. അവസാനം മദർ തെരേസയുടെ അടുക്കൽ ഞാൻ പോകുന്നത് ഇപ്പോഴും ഞാനത് മറക്കില്ല. ഞാൻ ആദ്യം കത്തെഴുതി. അവൾ നിന്നെ വന്ന് കാണുമെന്ന് ബാംഗ്ലൂരായിരുന്നപ്പോൾ ബാംഗ്ലൂർ വന്ന് കാണാൻ പറഞ്ഞത്. പറഞ്ഞു പോരട്ടെ, പക്ഷേ കന്യാസ്ത്രീയാക്കാൻ പറ്റില്ല, അത് കന്യാസ്ത്രീയെപ്പോലെ ഒരു സമൂഹത്തിൽ ജീവിക്കാറുണ്ട്. അവൾ പറഞ്ഞ എന്താണെന്നറിയാമോ, എനിക്ക് തൂപ്പുകാരിയായിട്ടായാലും മഠത്തിൽ ജീവിച്ചാൽ മതി, കാരണം മഠത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ സാഹചര്യമുണ്ടല്ലോ. എനിക്കറിയത്തില്ല കേട്ടോ, അവിടെ വരുന്നത് അങ്ങനെയായിരുന്നു. എല്ലാ മഠത്തിലും അതിനൊരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എങ്കിലും അവിടെ കൺസെപ്റ്റ് അതായിരുന്നു, ലോകത്തിലായ പാപം ചെയ്തു പോകും. അതുകൊണ്ട് കന്യാസ്ത്രീ മഠത്തിലാണ് പ്രാർത്ഥന വിശുദ്ധി ഉണ്ടല്ലോ. ഒരു വേലക്കാരിയായിട്ട് ഒടുവിൽ കൽക്കട്ടയിൽ തന്നെയുള്ള വൃദ്ധരെ നോക്കുന്ന ഒരു മഠത്തിൽ വേലക്കാരിയായി ഇന്നും വിശുദ്ധയായി ജീവിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് വരുന്ന പുസ്തകത്തിൽ നിങ്ങളത് വായിക്കും. യുറേക്ക, പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ കണ്ടവരാണ് ഞാൻ, പ്രിയമുള്ളവരെ. അതാണ് സ്നേഹം. ദൈവസ്നേഹത്താൽ ഉരുകുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. പാപത്തോട് പൂർണ്ണമായി വിട പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ദൈവസ്നേഹം ഹൃദയത്തിൽ കത്തിച്ചൊലിച്ചെങ്കിലേ സാധിക്കും മക്കളെ. വെറുതെ ഒരു ഞാൻ പിഴയാതെ ചെല്ലുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം ചെല്ലുന്നതുകൊണ്ടോ പോയി എൻ്റെ വിട എന്നുള്ള അച്ഛനൊക്കെ കുറേ പാപം പറഞ്ഞതുകൊണ്ടോ പാപക്ഷമാകില്ല. യഥാർത്ഥമായൊരു പരിവർത്തനം, ഒരു യഥാർത്ഥമായ റിപ്പൻറ്റൻസ്, അനുതാപം ഉണ്ടാകണം. ഹൃദയത്തിൽ ഒരു മാറ്റം, ഒരു വ്യതിയാനം ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പുതിയ വ്യക്തിയായിട്ട് വേണം ക്രിസ്മസിന് നമ്മൾ ഈശോയെ. ക്രിസ്മസിന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്മസ് ആണ്. കാരണം ഓരോ ദിവസം അവൻ നമ്മളിലേക്ക് വരികയാണ് മാംസവും രക്തവുമായിട്ട്. അതാണല്ലോ വിശുദ്ധ കുർബാന സ്വീകരണം. എന്തിന്? നമ്മളെ അവനുമായിട്ട് ഒന്നാക്കാൻ, നമ്മളെ സ്വർഗരാജ്യ അനുഭവമുള്ളവരാക്കി തീർക്കുവാൻ. യോഹന്നാൻ 6:56, യോഹന്നാൻ 6:56. എൻ്റെ ശരീരം രക്തം സ്വീകരിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരു റീച്വൽ, ഒരു കുറേ കർമ്മങ്ങളല്ല പങ്കുകൊള്ളുന്നത്. ഒരു ബലി ഒരു കർമ്മമല്ല. വിശുദ്ധ കുർബാന ഒരു കർമ്മമല്ല പ്രിയമുള്ളവരെ. ഇത് കർത്താവിൻ്റെ ആ ജനനത്തിൻ്റെ, മരണത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ പുനരാവർത്തനമാണ്. ഹല്ലേലൂയ. മലയാളികൾ അതൊരു പാച്ച വെച്ച് അതിൻ്റെ അർത്ഥം കളഞ്ഞു. ഓർമ്മയാചരണം, കുന്തം. ഇത് ഓർമ്മയാചരണമല്ല. ഹല്ലേലൂയ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി. ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നല്ല പറഞ്ഞത്. എനിക്ക് ഭാഷയ്ക്ക് അർത്ഥമുണ്ട്. ഡു ദിസ്. എന്ത്? ഈശോ അപ്പം എടുത്ത് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകണം. വീഞ്ഞെടുത്ത് പറഞ്ഞു ഇതെൻ്റെ രക്തമാകും. ഇത് നിങ്ങൾ ചെയ്യുവിൻ. ഹല്ലേലൂയ. അതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഡു ദിസ്. ഞാൻ ചെയ്യൂ. ഇതാണ് ഇന്ന് വരികയും ചെയ്യുന്നത്. ഒരു ഓർമ്മ ആചരണമല്ല. ഓർമ്മയ്ക്ക് എന്തെല്ലാം. അപ്പം മരിച്ചപ്പോൾ 1 കൊല്ലം തികയുമ്പോൾ ഓർമ്മ ആചരിക്കുന്നു. എൻ്റെ അപ്പൻ മരിച്ചിട്ട് 50 കൊല്ലപ്പോൾ ഓർമ്മ ആചരിച്ചു. ഇതല്ല ദീപബലി പ്രിയമുള്ളവരെ. ശോചനീയമായ നമ്മുടെ ചില മലയാള ഭാഷകൾ ഓർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് അവിടെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 11:26 പറയുന്നു, നാം ബലിയർപ്പിക്കുമ്പോൾ അവിടുത്തെ മരണം ആചരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് അവിടുത്തെ മരണം? ആ കാൽവരിമാറി ആ ശരീരം കീറിമുറിച്ച് നൽകിയ ആ സംഭവം, തുള്ളിതുള്ളിയായി രക്തം നൽകിയ ആ സംഭവം പുനരാവർത്തിക്കപ്പെടുന്നു. ചുമ്മാ ഓർത്ത് ധ്യാനിച്ചിട്ട് അപ്പം തന്നെയും വീഞ്ഞു കുടിക്കുകയും ചെയ്യല്ല. ഹല്ലേലൂയ. ഞാൻ ആ ബംഗ്ലാദേശിൽ ക്യാമ്പിലുണ്ടായിരുന്നപ്പോഴത്തെ ഒരു അനുഭവം പുറത്തു പോവുകയാണ്. രാവിലെ ഞങ്ങൾ സെമിനാരിക്കാരും വോളണ്ടിയേഴ്സും
രാവിലത്തെ ആഹാരത്തിലുള്ള ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാൻ. തലേദിവസം വൈകിട്ടാണ് ഈ പാക്കറ്റ് ഉണ്ടാക്കുന്നത്. രാവിലെ വിതരണമാണ്. അപ്പം അതിന് നോട്ട് എത്ര മക്കളുണ്ട് അതനുസരിച്ചാണ് പൊടി കൊടുക്കുന്നത്. ഇങ്ങനെ പൊടി കൊടുത്തുകൊണ്ടിരുന്നപ്പം ഒരു സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ ചില ആഹാരം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ നേതാക്കന്മാരായി വിട്ടവരോട് ഞങ്ങൾക്ക് ഇത് ഉപദേശം ഉണ്ടായിരുന്നു, ആഹാരവും മരുന്നും കൊടുത്താൽ മാത്രം പോരാ, തകർന്നവർക്ക് ഇച്ചിരി ആശ്വാസവും പകർന്നു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളെന്താ കരയുന്നത്, എന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ അവൾക്ക് ചില പങ്കുവയ്ക്കണം, അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അവളെ മാറ്റി അപ്പുറത്തോട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ചെന്നാരിക്കാൻ്റെ പൊതിയെല്ലാം കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞെന്താണെന്നറിയാമോ, ഞങ്ങൾ സിവിൽ വാർ പൂർവ്വ പാകിസ്ഥാനിൽ ആന്തരിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങി. ധാരാളം പേര് മരിച്ചു, ധാരാളം പേരെ പട്ടാളക്കാർ വെടിവെച്ചു കൊണ്ടു. എനിക്കും ഞാൻ ഭർത്താവിനും കൂടി 9 മക്കളായിരുന്നു. ഞങ്ങൾ കൈക്കിട്ടിയ സാധനങ്ങൾ പേറി ഞങ്ങൾ നടന്നു. 100ഓളം കിലോമീറ്റർ നടക്കണമായിരുന്നു ഇന്ത്യൻ അതിർത്തി കാലുകുത്താനായിട്ട്. അതും ചെറിയ ചെറിയ ഇടവഴിയുള്ള വഴികൾ. ധാരാളം പേരുണ്ടായിരുന്ന ഒരു ഒത്തു പോയി വഴിയിൽ വെച്ച് ഏറ്റവും ഇടയിലെ മൂത്ത കുട്ടി പനി പിടിച്ചു ചത്തു, അതിനെ വഴിയിൽ കുഴിച്ചിട്ടു. അങ്ങനെ മറ്റ്8 കുട്ടികളുമായിട്ട് ഞങ്ങൾ അതിർത്തി വന്നപ്പോൾ കാണുന്ന കാഴ്ച, 10,000-കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നു, രോഗം കൊണ്ട് ഭരിക്കുന്നു, കരയുന്നു, ആഹാരമില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തീർന്നു, ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ലായിരുന്നു. 3 ദിവസം അക്ഷരാർത്ഥം ഒന്നും കഴിച്ചില്ല പിള്ളേർ. അമ്മ ആഹാരം എന്ന് പറഞ്ഞ് കരയുന്നു. എൻ്റെ മുരയിലെ പാല് പോലും പറ്റിപ്പോയി, ഇളയ കുട്ടിക്ക് കൊടുക്കാനില്ലായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, കുടിക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ വാവിട്ട് കരയുന്നു. പെട്ടെന്ന് ഭർത്താവ് ഒരു കെട്ട് ഇറച്ചി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് വറുത്ത് പിള്ളേർക്ക് കൊടുക്കാൻ. എനിക്ക് സന്തോഷമായി. പിള്ളേരുടെ വായി കൊടുക്കാൻ എന്തെങ്കിലും കിട്ടിയല്ലോ. പെട്ടെന്ന് ചെരിച്ചട്ടി വെച്ച് ഞാനത് വറുത്ത് പിള്ളേർക്ക് കൊടുത്ത് ഒരു കഷ്ണം എൻ്റെ ഭർത്താവിന് വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെയുള്ള നല്ല ഭാര്യമാർ, നിങ്ങൾ ഭാര്യമാർ ഒത്തിരിയുണ്ടല്ലോ ഇവിടെ ഇല്ലേ? പിള്ളേരെ ഓർത്ത് കഴിഞ്ഞെങ്കിലും ഭർത്താവിനെ ഓർക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു കഷ്ണം കൊടുത്തു. ഞാനതുമായിട്ട് കൂടാരം എന്ന് വെച്ചാൽ ഈ ടെൻറ്റ്, കൂടാരത്തിൻ്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ രക്തത്തിൽ അത് കുളിച്ച് മരിച്ചു കിടക്കുന്ന എൻ്റെ ഭർത്താവിനെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുറച്ചിരുന്ന കമ്പിളി എടുത്ത് മാറ്റിയപ്പോൾ കാണുന്നത് 2 തൊടയിലും മാംസമില്ലായിരുന്നു. അർത്ഥം മനസ്സിലാവില്ല ബുദ്ധിയുള്ളവർക്ക്. തൻ്റെ തൊടയിലെ മാംസം പിള്ളേരെ കരയുന്ന കണ്ടിട്ട് സഹിക്കാൻ മേലാഞ്ഞിട്ട് മുറിച്ചെടുത്ത് പാക്കറ്റ് ചെയ്ത് ഭാര്യയുടെ കൊടുത്തു വറുത്ത് കൊടുക്കാൻ. ആരും ഇത് മാതൃകയായിട്ടെടുക്കാനല്ല ഞാനിത് പറയുന്നത്. എങ്കിലും ഒരപ്പൻ്റെ, ഒരു പിതാവിൻ്റെ മക്കളുടെ സ്നേഹം സ്വയം തൻ്റെ മാംസം കൊടുത്ത് വളർത്താൻ. ഒരു അവൻ വിവേകപൂർവ്വം ചിന്തിച്ചില്ല, ഈ മാംസം മുറിച്ചതിൻ്റെ ഫലമായ രക്തം വാർന്ന് മരിക്കുന്നവൻ ചിന്തിച്ചു കാണില്ല. ആ നിമിഷത്തിൽ പിള്ളേരുടെ കരച്ചിൽ കണ്ടപ്പോൾ സഹിക്കാൻ വരാഞ്ഞിട്ട് ചെയ്ത പണിയാണ്. ഈ അടുത്തോടെ നമ്മൾ വായിച്ചത് ഒരു ഭാര്യയുടെ ശരീരവും ശവവും കൊണ്ട് സ്വന്തം ഗ്രാമത്തിൽ കൊണ്ട് നടക്കാനായിട്ട് തോളെ വെച്ചുകൊണ്ട് മനുഷ്യൻ വടക്കേണ്ടി നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ചില വികാര ചാപല്യങ്ങൾ നമ്മൾ കാണുന്നത് ഹൃദയത്തിലെ സ്നേഹമാണ്. ഹല്ലേലൂയ. അതെ, അതായത് തൊടയിലെ മാംസം പോലും മുറിച്ചു കൊടുത്ത് മക്കളെ സ്നേഹിക്കുന്ന അതൊരപ്പൻ. ഈ സ്ത്രീ ഇത് പറഞ്ഞപ്പം ഒത്തിരി വിഷമം തോന്നി. പല പല ചിന്തകൾ മനസ്സിൽ വന്നു. അന്ന് ഞാൻ അച്ഛനല്ല കേട്ടോ, ഞാൻ സമാച്ചനാണ്. അവിടെ ഞാൻ ആശ്വസിപ്പിച്ച് പറഞ്ഞു, മക്കളെ വളർത്തു, ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സഹായമെല്ലാം തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇന്ദിരാഗാന്ധിയെ പൊക്കി പറയണമല്ലോ. ഞാൻ ഇന്ദിരാഗാന്ധി നമ്മുടെ അമ്മയാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് അന്ന് അങ്ങനെ പറയണമെന്നൊക്കെ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് ക്യാമ്പിൽ വെച്ച്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയായിരുന്നു. നമ്മുടെ അപ്പച്ചനായ യേശുനാഥൻ ഓരോ ദിവസവും തന്നെ ശരീരത്തിലെ മാംസമാണ് അറുത്ത് നമുക്ക് തിന്നാൻ തരുന്നത്. ഹല്ലേലൂയ. അതെ, ഈറ്റ് മൈ ബോഡി എന്നാ പറഞ്ഞ. എൻ്റെ മലയാളം എന്താ? എൻ്റെ ശരീരം തിന്നുക എന്ന്, സ്വീകരിക്കാൻ. നല്ലത് മലയാളികൾ ഇങ്ങനെ ഭാഷാശുദ്ധീകരണം നടത്തിയതൊക്കെ വിശുദ്ധ കുർബാന സ്വീകരണം. ഹല്ലേലൂയ. ഇല്ല, യേശുവിൻ്റെ ശരീരം തിന്നുകയും കുടിക്കുകയാണ്, മറക്കരുത്. അതാണ് വാക്ക്. ഈറ്റ് മൈ ബോഡി, ഡ്രിങ്ക് മൈ ബ്ലഡ്. നമ്മളിങ്ങനെ ഈ ഭാഷയൊക്കെ ശുദ്ധീകരിക്കുന്നത് എന്താണെന്നറിയോ? വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശുദ്ധ കുർബാന ഭക്തിയായി ശീലിക്കാൻ വൈരാഗ്യവും വെറുപ്പും എല്ലാം ഉള്ളി വെച്ചുണ്ട്. എന്നിട്ട് യേശു സ്തോത്രം, യേശു നന്ദി, ഹല്ലേലൂയ, ഈശോയോടുണ്ട്. ഇതൊക്കെ ഒരു സ്വയം അത് ആശ്വസിപ്പിക്കൽ മാത്രം. സത്യത്തിന് അതല്ല. സത്യമായ അങ്ങനെ നമ്മൾ ആത്മീയമായി ജീവിച്ചാൽ
ഈ രോഗശാന്തിക്ക് വേണ്ടി പരക്കം പാൻ്റെ ആവശ്യമില്ല, വിടുതലിന് വേണ്ടി പരക്കം പാൻ്റെ ആവശ്യമില്ല, കരിച്ചിൻ്റെയോ വട്ടായയുടെയോ ബിജിൻ്റെയോ ഒന്നും പറയാൻ പോകേണ്ട ആവശ്യമില്ല, മഞ്ഞാക്കലച്ചിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് പറയാൻ കഴിയില്ല, എനിക്ക് മറ്റുള്ളവരുടെ പറഞ്ഞത്. ഹല്ലേലൂയ. കാരണം കർത്താവ് ഇതെല്ലാം ഏറ്റെടുത്തുകൊള്ളും. അവൻ എന്തിനായിട്ട് ശരീരത്തിൽ പിറന്നു, മാംസത്തിൽ പിറന്നുള്ളത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി അത് ഹൃദയത്തിൽ അത് സാക്ഷീകരിച്ച് വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒന്ന് പറഞ്ഞേ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്മസ് ഒരു ബാഹ്യമായ ഒരുക്കമാവരുത്, മാത്രമാകരുത്. ബാഹ്യമൊക്കെ നല്ലതാണ്, പക്ഷെ ആന്തരികം യഥാർത്ഥ അതെ ക്രിസ്മസ്. ഞാനൊരു വ്യത്യസ്തനായി തീരുക, എൻ്റെ ഹൃദയം പുൽക്കൂടായി മാറുക, മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനായി, ഭർത്താവ് ഭാര്യയ്ക്കായി, മക്കൾ അപ്പനും അമ്മയ്ക്കായി, അപ്പനും അമ്മയും മക്കൾക്കായി. ഇതാണ് കർത്താവ് നമുക്ക് കാണിച്ചിരിക്കുന്ന ജീവിത മാർഗം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതില്ലാതെ കണ്ട് അത് നമ്മൾ ആഴമായ ആ ദൈവസ്നേഹത്താൽ കത്തിച്ചൊലിക്കുന്നില്ല എങ്കിൽ, അത് ഞാൻ അച്ഛനായോട് മാത്രം പറയല്ല, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച മുതൽ ഒരു പൊള്ളുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞവിടെ പറഞ്ഞ എ പാഷനേറ്റ് ലവ് ഇൻ മൈ ഹാർട്ട്. കർത്താവിനുള്ള ഒരു തീവ്രമായ വൈകാരികമായ ഒരു സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദന ഉണ്ടെങ്കിലും മേലായെങ്കിലും, എനിക്കറിയാം എത്ര പേരെ ആശ്രയിച്ചാണെന്ന് പറയണമെങ്കിൽ പറഞ്ഞത്, എത്ര പേരിൽ നിന്ന് രൂപ മേടിച്ചാൽ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത്. ഇതെല്ലാം സഹിക്കുന്നതിന് കാരണം ഇതെല്ലാം പിന്നെ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം എങ്ങനെയും 10 പേരെ രക്ഷിക്കണം. എൻ്റെ ഉദ്ദേശം രോഗശാന്തി അല്ല, വിടുതലല്ല. ഞാൻ ഒരിക്കലും ആരോടും പറയും എത്ര പേർക്ക് രോഗശാന്തി അവിടെ കിട്ടിയത്. ഞാൻ എത്ര പേർ നല്ല കുമ്പസാരം നടത്തി. അതുകൊണ്ടാണ് ഏത് ധ്യാനത്തിന് പോകുമ്പോഴും ഞാൻ ഏർപ്പാട് ചെയ്യും, അതെ ആളുകൾക്കനുസരിച്ചുള്ള വൈദികരുണ്ടായിരിക്കണം കുമ്പസാരിപ്പിക്കാൻ. അത് ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2-ാം ദിവസം അച്ഛന്മാരെ ഒന്നിച്ച് ഞാൻ ചോദിക്കും, എങ്ങനെയിരിക്കുന്നു കുമ്പസാരം? ഹല്ലേലൂയ. നല്ല കുമ്പസാരങ്ങളെന്ന് അവർ പറഞ്ഞെങ്കിൽ ധ്യാനം വിജയിച്ചു. ഹല്ലേലൂയ. ഞാൻ അത് എത്ര പേർ സുഖപ്പെട്ടു എന്നുള്ള അടയാളത്തിലല്ല ധ്യാനത്തിൻ്റെ വിജയം നോക്കുന്നത്. ഹല്ലേലൂയ. കാരണം മന്ത്രവാദിക്കും സുഖപ്പെടുത്താം, സാത്താനും സുഖപ്പെടുത്താം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തേ എന്ന പുൽക്കൂട്ടിൽ നോക്കിക്കൊണ്ട് ധ്യാനിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ അവിടെ കാണുന്നത് യേശുവിൻ്റെ സ്വാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തമാക്കാനുള്ള സ്നേഹം. അതിനുവേണ്ടി അത് ഒരു പോഷനായിത്തീരുന്നു. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പോഷന്മാരാകാൻ തയ്യാറായോ? ഈശോയെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പോഷന്മാരാകാൻ തയ്യാറ്. ആ ഈശോ ഇപ്രകാരം നമ്മളെ സ്വന്തമായി സ്നേഹിച്ചെങ്കിൽ ആ ഈശോയെ നാം എപ്രകാരം സ്നേഹിക്കുന്നു? റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം അധ്യായം 8:29. റോമ അധ്യായം 8 വചനം 29. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുത്തെ സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വലിയ അർത്ഥമുള്ള വാക്കുകളാണ് രണ്ടും. റോമാക്കാർക്ക് 8:28 എല്ലാവർക്കും അറിയാം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. കാണാറിയാവുന്നവർ എവിടെ ഇരിക്കുന്ന കരിസ്മാറ്റികളെന്ന് എനിക്കറിയാം. ആളുകൾ നോക്കി അതനുസരിച്ചാണോ ജീവിക്കുന്നത്? ഇത് ബോധ്യമുണ്ടെങ്കിൽ, അയ്യോ എൻ്റെ രോഗം മാറ്റണമേ, എൻ്റെ നടുവിനെ മാറ്റണമേ, എൻ്റെ കൊച്ചിൻ്റെ കണ്ണിൽ സുഖപ്പെടുത്തണമേ, അയ്യോ എൻ്റെ അമ്മായിമ്മയ്ക്ക് മാനസാന്തരം കൊടുക്കണമേ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപപ്പെട്ട് അവിടുത്തെ വിളിക്കനുസരിച്ചുമായുള്ള വിശുദ്ധ ജീവിതമാണോ ജീവിക്കുന്നത്? ദൈവം അതിനായിട്ട് ഞാൻ ഫോട്ടോയ്ക്ക് പോകും, അതിനായിട്ട് ഞാൻ കരിസ്ഭവനിൽ പോകും, അതിനായിട്ട് ഞാൻ വിജിലൻസിന് ധ്യാനം കൂടാൻ പോകും, അതിനായിട്ട് ഞാൻ ഫോട്ടോയിൽ പോകും. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ? ഇല്ല. എവിടെ കിട്ടും? നമ്മളെല്ലാം അതെ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ എനിക്കും കിട്ടണം പണം. ഹല്ലേലൂയ. ഇത് നമുക്ക് ലാഭം കിട്ടാനാണ് നോക്കുന്നത്. എവിടെ പോയി? പ്രിയമുള്ളവരെ, അതെ നമ്മൾ യേശുവിൻ്റെ ഈ ഭോഷത്വം സ്വായത്തമാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പലതും നഷ്ടമാകും. യേശുവിൻ്റെ ജീവിതം
നഷ്ടമാക്കലാണ്, നേടിയെടുക്കലല്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം നഷ്ടമാകും. പലതും പരിത്യജിക്കണം. എന്താ ഈശോ പറഞ്ഞത്? സ്വയം പോലും പരിത്യജിക്കണമെന്ന്. നമ്മളെ തന്നെ പരിത്യജിക്കാൻ നമുക്ക് അവിടുത്തെ പിൻചൊല്ലാൻ സാധിക്കും. അപ്പോൾ കർത്താവിനെ പറ്റി ത്യജിക്കലാണ് യേശുവിൻ്റെ പിന്നാലെ പോവുക, അല്ല കർത്താവിനെ നേടിയെടുക്കാനുള്ള ഒരു ജീവിതമല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തൻ്റെ ദൈവികത സമാനത നിലനിർത്താതെ അതിനെ പരിത്യജിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ ജീവിച്ച് നമ്മുടെ പാപങ്ങളുടെ തിന്മകളുടെ ഫലങ്ങൾ, പരിണിത ഫലങ്ങൾ, ശിക്ഷകൾ സ്വയം ഏറ്റെടുത്തത്. ആ ഈശോയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്, ആ പുൽക്കൂട്ടിലേക്ക് നോക്കിക്കൊണ്ട്, ആ പുൽക്കൂട് മുതൽ ആ കുരിശു വരെ ജീവിച്ച ജീവിതം അനുകരിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയുന്നു, കർത്താവിന് പിറക്കുവാനുള്ള നല്ല കൂട്, പുൽക്കൂട് നമ്മുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഈ ഹൃദയ വിശുദ്ധി, പ്രത്യേകിച്ച് വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം എല്ലാം മാറ്റി ഞാൻ പറയുന്നത് കുമ്പസാരം നടത്തിയാൽ പോരാ, അനുദമിക്കണം, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്ന മനസ്സിന് അന്തരം വരണം. ഞാൻ നോടെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പള്ളി പോയിട്ടില്ല, പള്ളി പലവിചാരം ഉണ്ടായി, എൻ്റെ എവിടായി, ഇതുകൊണ്ടത് ശരിയാവില്ല. ഹല്ലേലൂയ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കുമ്പസാരത്തെ. പല മലയാളികൾക്ക് അറിയത്തില്ല കുമ്പസാരത്തിൻ്റെ പേരിൽ അനുതാപം ഉണ്ടായിരിക്കണമെന്നുള്ളത്. കുമ്പസാരിക്കണം അച്ഛൻ പറഞ്ഞു, പോയി മുട്ടുകുത്തി കുറേ ഓർത്ത പാവങ്ങൾ ഏറ്റുപറഞ്ഞു, അച്ഛൻ പാവം ക്ഷമിച്ചു കഴിഞ്ഞു, ഒരു സ്വർഗത്തിലാവില്ല പറഞ്ഞൊരു ഒരു തിത്തുതി പ്രാചിത്തമായിട്ട് ജില്ലയിൽ പറഞ്ഞു, അതും ചെല്ലിച്ച് എല്ലാം പോയെന്ന് വിചാരിച്ച് സന്തോഷമായിട്ടിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ചക്കാത്തി പോകുന്ന പരിപാടിയല്ല. പാപം വഴിയായി ദൈവത്തെ ദ്രോഹിച്ച്, ദൈവത്തെ ദ്രോഹിച്ച് നമ്മൾ നിത്യശിക്ഷയ്ക്ക് അർഹരായവരാണ്. ഈ നിത്യശിക്ഷയിൽ നിന്ന് മോചനം നൽകുവാനാണ് ഈശോ പറഞ്ഞതും കാൽവരിയിൽ മരിച്ചതും. അപ്പോൾ അത് ആ കാൽവരിയിലെ ജീവിതത്തോട്, അല്ലെങ്കിൽ പുൽക്കൂട് മുതൽ കാൽവരിയുള്ള ജീവിതത്തോട് പങ്കുചേരൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് സഹനങ്ങൾ ഒരുപക്ഷെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. 4 വർഷമായല്ലോ ഞാൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കറിയാം, ഈ 21-ാം തീയതിയാണ് 4 കൊല്ലം തികയുന്നത്. ഡിസംബർ 21-നാണ് ഞാൻ തളരുന്നത്. നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ടായിരിക്കും എൻ്റെ പുസ്തകം വായിച്ചത് കൊണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ 105 ഡിഗ്രി പനി വന്ന് കിടക്കുന്ന സമയമാണ്. ബോംബെക്ക് 22-ാം തീയതി പോകാനായിട്ട് എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ പുസ്തകം കുർബാനയ്ക്ക്. ആ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നതല്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയട്ടെ, നിങ്ങളൊക്കെ എനിക്ക് സൗഖ്യം കിട്ടാനും ഞാൻ എഴുന്നേറ്റ് പഴയ പോലെ നടക്കാനൊക്കെ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും അതിനുവേണ്ടി പ്രാർത്ഥിക്കാറില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാനുമായിട്ട് പരിചയപ്പെടുന്നവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കും. എൻ്റെ സഹനങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കും. ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അവിടുത്തെ ഇഷ്ടം എപ്പോഴും ഞാനതേ പറയും. കർത്താവെ, അങ്ങ് ഇഷ്ടം നടക്കട്ടെ. എന്തായാലും ഇനി ദൈവസ്നേഹത്തെ പ്രതി ഇങ്ങനെ ഞാൻ അവസാനം വരെ സഹിക്കണം, ഞാൻ തയ്യാറാണ്. എനിക്കതിനെപ്പറ്റി ഒരു പരാതിയില്ല. ക്ലേശിക്കാതെ ക്ലേശമുണ്ട്, ഒത്തിരി വിഷമുണ്ട്. വേദനക്കാർ രാത്രി ഉറക്കമില്ല കിടന്ന വേദന, തീ കിടക്കുന്ന കത്തുന്ന വേദന അനുഭവിക്കുമ്പോൾ വേദനയുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പരിഭവിച്ചിട്ടില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന ഒരിക്കലും ഉണ്ട്. ഞാൻ പറയുന്ന കർത്താവ് ആ വേദന അങ്ങേക്ക് തരുന്നു, അങ്ങേ വേദനയോട് കൂടി പങ്കുചേർക്കും. അതിനെന്തെങ്കിലും ഫലം ആർക്കെങ്കിലും കൊടുക്കാനും കൊടുക്കും, അതെനിക്കറിയത്തില്ല. കാര്യം ഞാൻ കാഴ്ചപ്പങ്കാർക്കോ അല്ലെങ്കിൽ ധ്യാനത്തിൽ കൊടുക്കുമ്പോൾ വെച്ചാൽ കർത്താവാണ് കൊടുക്കുന്നതിൻ്റെ ഫലം. അങ്ങേക്ക് ഇഷ്ടം പോലെ, അങ്ങേ ഇഷ്ടം പ്രിയമുള്ള രീതിയായിരിക്കട്ടെ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. അത് പിടിവാശി വെച്ച് അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പോട്ടേക്ക് പോയിട്ടും അടിമാലി പോയിട്ടും കാഴ്ചപ്പാടി പോയിട്ടും സുഖമില്ല, എന്നാ കർത്താവ് എന്നെ കൈവിട്ടോ, എന്ത് പരാതിയാണ് നമുക്ക് കിടക്കുന്നത്. സുഖപ്പെട്ടില്ല. എന്തെല്ലാം സുഖപ്പെട്ടാലും പോണം കേട്ടോ. ഒരിക്കൽ മണിയടിക്കുമ്പോൾ ഇതാ ഞാനെന്നും പറഞ്ഞ് ഹാജരാകണം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ മറന്നു പോകും. ഇതൊക്കെ നമ്മുടെ ചിലപ്പോൾ കരിസ്മാറ്റിക്കിൻ്റെ ദോഷവശമാണ്. എല്ലാവരും സൗഖ്യമേ എന്ന് പറയും. സഹനത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കുന്നില്ല, ഈശോയെ നോക്കുന്നില്ല. ഈശോയുടെ കാൽത്തൊഴുത്തിലെ ജന്മം മുതൽ അവസാന ശ്വാസം വരെയുള്ള ജീവിതം എന്ത് ജീവിതമായിരുന്നു? സഹനത്തിൻ്റെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുശാലയുടെ ജീവിതമല്ലായിരുന്നു. ആ ഈശോയെ നോക്കണം വല്ലപ്പോഴൊക്കെ കേട്ടോ. ഉത്തിതനായ യേശുവെ മാത്രം നോക്കിയാൽ പോരാ, ക്രൂശിതനായ യേശുവിനെ നോക്കണേ, പുൽക്കുട്ടി പറഞ്ഞ ഈശോയെ നോക്കണേ. ചിലർക്കൊക്കെ അത് ഇഷ്ടമില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഉത്തിതനായ കർത്താവ് മതി. ഹല്ലേലൂയ. മുറിയപ്പെട്ട കർത്താവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അത് ലോകചിന്തയാണ്, അത് ലൗകിക ചിന്തയാണ്. സഹനങ്ങൾ എനിക്ക് വേണ്ട.
ദുരിതങ്ങൾ എനിക്ക് വേണ്ട, ദുഃഖങ്ങൾ എനിക്ക് വേണ്ട. ഇല്ല, അതിലൂടെയാണ് കർത്താവ് എനിക്ക് രക്ഷ നൽകുന്നത്. എനിക്കും കർത്താവിലൂടെ ആ സഹനങ്ങൾ സ്വന്തമാക്കി അനേകരെ രക്ഷിക്കണം. ഇതാണ് സുവിശേഷ വേല. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഏതെങ്കിലും വചനം ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഒന്ന് ധ്യാനിച്ചു നോക്കുക. ഏതെങ്കിലും ഹൃദയത്തിൽ സന്ദേശം കർത്താവ് തന്നോ എന്ന്. കർത്താവേ, എന്തൊക്കെയോ ഞാൻ പങ്കുവെച്ചു. എൻ്റെ മനസ്സിലാണ് തന്ന 2 ആശയങ്ങളാണ് ആഴമായി ഞാൻ പങ്കുവെച്ചത്. അങ്ങയുടെ ദൈവിക വിഡിത്തം, ദൈവിക സ്വാർത്ഥത, ഇത് ജീവിതത്തിൽ പകർത്തുവാൻ എങ്ങനെ സാധിക്കുമെന്ന് കൂടി എൻ്റെ മക്കളോട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും അധിക പ്രസംഗമുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കും. ആർക്കെങ്കിലും വേദന ഉണ്ടായെങ്കിൽ ക്ഷമിക്കും. അങ്ങ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കർത്താവെ, ആർക്കെങ്കിലും പരിവർത്തനം കൊടുക്കുന്നുവെങ്കിൽ പരിവർത്തനം കൊടുക്കും. ആരെങ്കിലും ഈ വചനത്തിലൂടെ തൻ്റെ ഹൃദയത്തെ പുൽക്കൂടാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അനുഗ്രഹിച്ചു. ആത്മാവെ, പരിശുദ്ധാത്മാവെ, എഴുന്നേറ്റ് വരണമേ. അഭിഷേകം കൊടുക്കണമേ. ഓരോരുത്തർക്കും വൻകവി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Into my heart, into my heart, come into my heart, Lord Jesus, come in just now, come in to stay, come into my heart, Lord Jesus. English അറിയാവുന്നവർ കൂടെ ചേർന്ന് പാടുക. Into my heart, to my heart, come into my heart, Lord Jesus, come in just now, come in to stay, come into my heart, Lord Jesus. ശാന്തതയിൽ, നിശബ്ദതയിൽ, ഉള്ളിനുള്ളിൽ അവിടുത്തെ സ്വരം കേൾക്കാൻ ശ്രമിക്കൂ. അവിടുന്ന് നിന്നോട് എന്താണ് പറയുന്നത് എന്ന്. ഒരുപക്ഷെ ഒരു ശാസനയായിരിക്കാം, ഒരു താക്കീലായിരിക്കാം, ഒരു തെറ്റിത്തിരുത്തൽ ആയിരിക്കാം, ഒരു നേരെയാക്കൽ ആയിരിക്കാം, ഒരു സ്വാന്തന വാക്കായിരിക്കാം, കാരുണ്യത്തിൻ്റെ ദിവസരമായിരിക്കാം, ഒരു ഉപദേശമായിരിക്കാം. ക്ഷമിക്കൂ, ആ കർത്താവാണ് പറയുന്നത്.